ओम शांति। ये गीत भी हम सबको अशरीरी बनने में बहुत मदद करते हैं। जब हम योग अभ्यास करते हैं और ऐसे अच्छे गीत बजते हैं तो सुनते ही वो स्वरूप बन जाते हैं। ഇത്തരം പാട്ടുകൾ നമുക്ക് അശരീരിയാവാൻ യോഗസ്ഥിതിയിലൂടെ നന്നായി മാറാൻ വേണ്ടിക്കൊണ്ട് നന്നായി സഹായിക്കുന്നതാണ്. सभी मस्तक मणि हो ना, എല്ലാവരും മസ്തകമണികളല്ലേ? आत्मा मस्तक के बीच में, भ्रकुटी के बीच में मणि की तरह चमक रही है। ആത്മാവ് ഭ്രൂമധ്യത്തിൽ മണിയെപ്പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. मणि की बहुत वैल्यू होती है। ഈ മണി വളരെ വില പിടിച്ചതാണ്. कहते हैं जो सांप होते हैं ना, सांप, मणि वाले सांप, ഈ മണിയുള്ള മാണിക്കുള്ള നാഗമുണ്ടല്ലോ, कभी कभी वो मणि को बाहर रख करके चारों तरफ ऐसे घूमते हैं, उसका पहरा देते हैं, कोई ले न जाए। ആദ്യം അത് മണി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുമത്രേ, അപ്പം അതിനെ കാണുപോലും ഇല്ല. उस मणि में बहुत लाइट होती है, रोशनी होती है। കാരണം മണിയിൽ അത്രയധികം പ്രകാശമായിരിക്കും. बाबा भी कहते बच्चे ये शरीर सांप है और आत्मा मणि है। ബാബൻ പറയാണ്, മക്കളെ ഈ ശരീരം സർപ്പാണ്, ആത്മാവ് മണിയാണ്. शरीर को अगर देखोगे तो शरीर डस लेगा, विकारी संकल्प चलेंगे। इसलिए मणि को देखने का अभ्यास करो, शरीर को नहीं देखो। ഈ ശരീരത്തെ കാണുമ്പോഴാണ് വികാരി സങ്കല്പം ഉണ്ടാവുന്നത്. അതുകൊണ്ട് മണിയെ നോക്കൂ, അപ്പോൾ ശരീരത്തെ കാണാതിരിക്കും. आपको मैं खास 4 सोमान बताता हूँ जिनकी स्मृति आते ही योगी बन जाएंगे, योग लग जाएगा। ഞാൻ നിങ്ങൾക്ക് 4 കാര്യങ്ങൾ കേൾപ്പിക്കാം. അത് കേട്ടാൽ തന്നെ നിങ്ങൾ യോഗിയായി തീരും. അങ്ങനെയുള്ള 4 കാര്യങ്ങൾ. एक है, बाबा मैं आत्मा आपके मस्तक की मणि इस मस्तक पर चमक रही हूँ। ഒന്നാമത്തെ, ബാബ അങ്ങ് മണിയാണ്, മസ്തകമണിയാണ്, ഈ മസ്തകത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാനും മണി. इससे एक नेचुरल देही अभिमानी स्थिति बन जाती है, देह से अलग है। ഇതിലൂടെ നാച്ചുറലായി ദേഹി അഭിമാനി സ്ഥിതിയാകും, ദേഹത്തിൽ നിന്ന് ഭിന്നം. शरीर में आए, कर्म किया, फिर न्यारे हो गए। ശരീരത്തിൽ വന്നു, കർമ്മം ചെയ്തു, ഭിന്നമായി. दूसरा समान है, बाबा मैं आपके नैनों का नूर हूँ। कहते हैं नूर नहीं तो जहान नहीं। आँखों में जो पुतली के अंदर एक छोटा सा बिंदु दिखाई देता है वो नूर कहलाता है। अगर वो नूर पर कुछ मिट्टी धूल आ गई, मोतिया आ गया तो कुछ दिखाई नहीं देता। आँखें हैं लेकिन दिखता नहीं है। ബാബ ഞാൻ അങ്ങയുടെ കൺമണിയാണ്. കൃഷ്ണമണി ഒരു വളരെ ചെറുതാണല്ലോ, കണ്ണിനുള്ള ബിന്ദുവാണ്. അഥവാ ആ ബിന്ദുവിൽ എന്തെങ്കിലും വന്നാൽ, മുത്തുവരെ തിമിരം വരെ എന്തെങ്കിലും സംഭവിച്ചാൽ കണ്ണുണ്ടായിട്ടും കാര്യം ഉണ്ടാവില്ല, കാഴ്ചയുണ്ടാവില്ല. അപ്പം ബാബ ഞാൻ അങ്ങയുടെ കൺമണിയാണ്. बाबा कहते बच्चे तुम मेरे नैनों के नूर हो, और हम कहते बाबा आप मेरे नैनों में समाये हुए नूर हो। ബാബ പറയും നമ്മളോട്, മക്കളെ നിങ്ങൾ എൻ്റെ കൺമണികളാണ്. അപ്പം നമ്മൾ പറയും, ബാബ അങ്ങ് എൻ്റെ കണ്ണുകളിൽ അലിഞ്ഞിരിക്കുന്ന മണിയാണ്. आँखों में और कोई समाता तो नहीं है ना। अगर किसी देहधारी को समा लिया तो बाबा निकल जाएगा, सामने नहीं आएगा। കണ്ണുകളിൽ ബാബ അലിഞ്ഞിരിക്കുന്നത് നല്ലത്. ഏതെങ്കിലും ദേഹധാരികൾ അലിഞ്ഞു പോയാൽ ബാബ വേറെയാവും, ദൂരെയാകും. इसलिए एक अपना बहुत अच्छा गीत है, बाबा मैं तुझे देखता रहूं, देखता रहूं, देखता रहूं। जैसे नैनों के आगे और कोई है ही नहीं, बस बाबा ही है, बंधु। അതുകൊണ്ട് നല്ലൊരു പാട്ട്, ബാബ ഞാൻ അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണിൻ്റെ മുന്നിൽ ബാബ മാത്രം, മറ്റൊന്നുമില്ല. तो सभी ने बाबा को नैनों में बिठाया है ना। രാവിലെ ബാബയെ കണ്ണുകളിൽ ഇരുത്തിയില്ലേ? ഇരുത്തിയോ? ഒന്ന് തലയാട്ട്.
लौकिक में माँ का अपने बच्चों से प्यार होता है तो वो क्या कहती हैं, ये मेरे नैनों में बसता है, 1 मिनट भी अलग नहीं होता, नैनों में ही रहता है. ലൗകികത്തിലും അത് അച്ഛനമ്മമാർക്ക് മക്കളോട് സ്നേഹം കൂടുമ്പോൾ പറയില്ലേ, നീ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ട്, എൻ്റെ കണ്ണിലാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയില്ലേ. तो बाबा के नैनों में सदा बसे रहो. बाबा हमें देखे और मैं बाबा को देखूं. ബാബയുടെ കണ്ണുകളിൽ സദാ അലിഞ്ഞിരിക്കുക. നമ്മൾ ബാബയെ നോക്കുക, ബാബ നമ്മളെ നോക്കുക. तीसरा समान बाबा कहते हैं, बच्चे तुम मेरे दिल की दिलरुबा दिल तख्त नसीन हो. മൂന്നാമത്തെ സമാനം പറയണം, ബാബ മക്കളെ നിങ്ങൾ എൻ്റെ മനോരമകളാണ്, ദിൽരൂപകളാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നവരാണ്. अगर दिल में एक दिलाराम बाबा को बसा लिया तो कोई देहधारी आ ही नहीं सकता. सब संबंध एक बाबा से. മനസ്സിൽ മനോഭിരാമനെ അലിയിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ദേഹധാരിക്കും വരാൻ കഴിയില്ല, എല്ലാം ബാബ മാത്രം. बाबा हमारे दिल की डिब्बी में रहता है. ബാബ നമ്മുടെ ഹൃദയത്താകുന്ന ചെപ്പിലിരിക്കും. हम बाबा के दिल के मालिक हैं, दिल तख्त नसीन हैं. നമ്മളും ബാബയുടെ ഹൃദയത്തിൻ്റെ അവകാശികൾ, ഹൃദയ സിംഹാസനധാരികൾ. कौन से बच्चे दिल में रहते हैं? നിങ്ങൾ മക്കൾ ആരൊക്കെ ബാബയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്? आप रहते हो सभी. जो बहुत सच्चे सपूत आज्ञाकारी हाँ जी करने वाले वो बाबा के दिल में रहते हैं. ആര് സത്യസന്ധരായ സൽപുത്രന്മാരായ ആജ്ഞാകാരികളായ എന്തിനും ഹാഞ്ചി ബാബ പറയുന്നു, അവർ ബാബയുടെ ഹൃദയത്തിൽ വസിക്കുന്നു. भक्ति में तो हमने भगवान को याद किया, संगम पर भगवान हमें याद करे. ഭക്തിയിൽ ഭഗവാനെ നമ്മൾ ഓർമ്മിച്ചു, സംഗമത്തിൽ ഭഗവാൻ നമ്മളെ ഓർമ്മിക്കുന്നു. ऐसे सपूत सच्चे आज्ञाकारी बन के रहो. അത്തരത്തിൽ സത്യസന്ധരായ സൽപുത്രന്മാരും ആജ്ഞാകാരികളുമാകണം. हमने तो अपनी दादियों को यही देखा कि जब भी कोई काम पड़ा, राजू को बुलाओ, राजू को बुलाओ. हमने क्या किया? हमने केवल एक ही बात पक्की किया, कभी भी बड़ों को ना नहीं करना है. जी दादी, मुझे आता है या नहीं आता है. कुछ सीख के तो नहीं आए. छोटे आ गए 15 साल की उम्र में मधुबन. सीखा मधुबन में, सिखाया बड़ों ने. कोई भी सेवा दी, कोई भी सेवा, छोटे से छोटी, यज्ञ के अंदर पानी गर्म करना, बाल्टियाँ उठा के कमरों में पहुंचाना, सफाई सबके कमरों में करना, धोबी घाट करना, रोटी पकाना. और हमारी एक भोली दादी बहुत प्यारी थी जिसको बाबा याद करते, मुरली के अंदर भंडारी बच्ची, वो भोली भंडारी थी. वो सवेरे सवेरे हमारे कमरे में आकर के ऐसे पकड़ती थी, लाल चलो थोड़ा आटा गूंद. चलो आटा गूंद, मशीन नहीं थी. आज इतना लोग आ रहे हैं, रोटी बनानी है, आटा गूंद दो चल के. आटा गूंद दिया, पक्का किया. फिर हलवा देगी, मक्खन देगी, खाना जा करके. तो ऐसे दादियाँ यज्ञ की सेवा कराती रही. പറയണം ബായി, പണ്ട് ദാദിമാരെ കുറിയിക്കുന്ന സമയം പറഞ്ഞല്ലോ, എല്ലാ ദാദിമാരും എന്തിനും പറയായിരുന്നു രാജു 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 എന്ന് ഓർമ്മിക്കുമായിരുന്നു. എന്തായിരുന്നു വിശേഷത എന്ന് വെച്ചാൽ, ബായി ഒരു കാര്യത്തിനും നോ എന്ന് പറയാൻ അറിയില്ലായിരുന്നു, ഇല്ല എന്ന് പറയാൻ അറിയില്ലായിരുന്നു. ചെറുതാവട്ടെ വലുതാവട്ടെ കാര്യം ഏതുമാവട്ടെ എന്തിനും യെസ് ഒക്കെ ഓക്കെ പറയുന്ന ഒരാളായിരുന്നു. ബായി പറയുകയാണ്, ഞാൻ പഠിച്ചു വന്നതൊന്നുമല്ല. 10-15 വയസ്സുള്ള സമയത്ത് മധുവനത്തിൽ വന്നു. മധുവനാണ് പഠിപ്പിച്ചത്, ദാദിമാരാണ് പഠിപ്പിച്ചത്. നമ്മുടെ ബോലി ദാദി, ബായി ഓർക്കുകയാണ്, ബാബ ബോലി ഭണ്ഡാരി എന്ന് പറയുന്നതായിരിക്കുന്ന ബോലി ദാദി അതിരാവിലെ വന്നിട്ട് ബായിനെ അങ്ങനെ കയ്യിൽ പിടിച്ച് വിളിക്കുമായിരുന്നു. ഒന്ന് വരൂ ലാൽ എന്ന് ചേർത്ത് അത്രയും ഓമനിച്ച് വിളിക്കില്ലേ, ഇത്രയും കുഞ്ഞും മോനെ വിളിക്കില്ല, അതുപോലെയാണ്. വാ മോനെ, ആൾക്കാർ കുറേ പേരുണ്ട്, ചപ്പാത്തി കുഴയ്ക്കണം, വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകായിരുന്നു. റൂം ക്ലീൻ ചെയ്യുന്നത്, മറ്റെന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള സേവ ചെയ്തു കൊടുക്കുന്നത്, വെള്ളം റൂമുകളിൽ എത്തിക്കുന്നത്, അങ്ങനെ ഒരു സേവയും ഇല്ല. എല്ലാ സേവയും, ചപ്പാത്തി ഉണ്ടാക്കുന്നത്, എല്ലാ സേവയും പഠിപ്പിച്ചത് യജ്ഞായിരുന്നു. ഒന്നിലും നോ എന്ന് പറയാൻ ബായിക്ക് അറിയേയില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. जब मुरली की सेवा मिली
ऐसा कोई भी दिन नहीं जिस दिन दादी के साथ दीदी के साथ न मिलना हो। अगर नहीं मिलते थे तो ढूंढ के लाओ, कहाँ गया, आज क्यों नहीं आया, बुलाओ उसको। പിന്നെയാണ് മുരളിയുടെ സേവ കിട്ടിയത്. മുരളിയുടെ സേവ കിട്ടിയ ഒരു ദിവസമെങ്കിലും ദാദിയുടെയും ദീദിയുടെയും ഒന്നും കൂടെ ഇരിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അഥവാ ഏതെങ്കിലും ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ ദാദിമാർ സ്വയം ചോദിക്കുക, എവിടെ പോയി, വിളിച്ചോണ്ട് വരൂ എന്ന് സ്വയം പറയുമായിരുന്നു. दादी जी जब मुरली सुनाती थी क्लास में तो उसके पहले पढ़ करके उसको हाईलाइट करती थी, अंडरलाइन करते थे। इस बात पर राजू का ध्यान खिंचवाएंगे, इसको प्रश्न में लिखना है, इसको धारणा में लिखना है, इसको ऐसे लिखना है, हाईलाइट कराती थी प्रश्न को। तो रोज़ जब मुरली सुना के आती थी कहती तुम मेरे पास आओ, इधर आओ, बैठो, आज बाबा ने ये देखो कितनी अच्छी बात कही, ये कितनी अच्छी बात कही। ऐसे बहुत उमंग उत्साह से बताना, तो कहना इसका बहुत अच्छा प्रश्न बन सकता है, ये धारणा के लिए बहुत अच्छी बात है। तो दीदी दादी मिल करके ऐसे हमको सब सिखाती गई। ദാദി ദിവസവും മുരളി അടുത്തിരുന്ന് വായിപ്പിക്കുമായിരുന്നു അത്രേ. എന്നിട്ട് പറയും, ആ നോക്കി ഈ പോയിന്റ്, ഇത് ക്വസ്റ്റ്യൻ ആൻസറിൽ വരണം കേട്ടോ, ഇത് വളരെ എത്ര നല്ല കാര്യമാണ് ബാബ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ് ഉത്സാഹം വർദ്ധിപ്പിക്കുമായിരുന്നു. ഇത് നല്ല പോയിന്റാണ്, ഇത് ധാരണയിൽ വരണം കേട്ടോ, ഇത് ക്വസ്റ്റ്യൻ ആൻസറിൽ വരണം കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ഇതിൽ ധാരണ ഉണ്ടാക്കുക, അങ്ങനെ പറഞ്ഞിട്ട് ദാദി ഉണ്ടാക്കിക്കുമായിരുന്നു. पहले दादी हमको पत्र लिखवाती थी, माना हमने पत्र पढ़े, सबके उत्तर देना है तो हम जाते थे, रोज बैठते थे, दादी ये पत्र आया, इसका उत्तर देना है, अच्छा बैठो बैठो, लिखाती थी। फिर लास्ट दिनों में 2004-05 में दादी ने लिखाना बंद कर दिया, तो मैं लिखता था, पढ़ा के आता था, दादी ये मैंने आपके नाम से लिखा है, पास कर देते, ठीक है, बहुत अच्छा बहुत अच्छा। फिर 2-3 साल 6 और 7 में दादी ने पढ़ना बंद कर दिया। पहले लिखाना, फिर पढ़ के पास करना, और फिर उसके बाद तुम ही सब करो। मैं एक दिन, दादी आई थी बॉम्बे हॉस्पिटल से, ठीक थी थोड़ी, मैं गया दादी के पास, मैंने कहा दादी अभी मैं पत्र नहीं लिखना चाहता हूँ, आपके नाम से मैं लिखता हूँ तो मुझे थोड़ा दिल में लगता है कि दादी न लिखाती है न पढ़ती है, और मैं दादी प्रकाश मणि के नाम से पत्र लिखूं, मैं छोड़ देता हूँ, मैं नहीं लिखूँगा। तो दादी ने बड़े प्यार से मुझे दृष्टि दी, बहुत प्यार किया, कहती नहीं तुमको दादी ने तो सिखाया है, तुम बहुत अच्छा लिखता है, तुम मना नहीं करना, तुम लिखते रहो, दादी का तुम्हारे ऊपर हाथ है, वरदान है। तो जैसे दिल में दादी के आ गए। പറയാണ് ദാദി, പ്രകാശ് മണി ദാദിയുടെ കാര്യം. പണ്ട് കത്തുകൾ വരുമ്പോൾ ബായി വായിച്ചു കൊടുക്കുമായിരുന്നു, ദാദി ഇങ്ങനെ കത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ ദാദി പറയും, ബായി എഴുതും. അങ്ങനെയായിരുന്നു ആദ്യം കത്തുകൾക്കൊക്കെ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ 2004-05 ആയ സമയമായപ്പോൾ ദാദി പറയും, കത്തിന് ഉത്തരം എഴുതിയിട്ട് ദാദിക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. ദാദി ഇങ്ങനെ ഈ കത്തിന് ഉത്തരം എഴുതിയിട്ടുണ്ട്, ദാദി കേട്ടിട്ട് ആ ഓക്കെ അയച്ചോളൂ എന്ന് പറയുമായിരുന്നു. പിന്നെ 6-7 കാലഘട്ടം വന്നപ്പോൾ ബായി തന്നെ നേരിട്ടിട്ട് ദാദിയുടെ കത്തിന് എന്താണോ മറുപടി കൊടുക്കേണ്ടത് അത് ബായി എഴുതിയിട്ട്, ദാദിക്ക് വായിക്കാനും പറ്റാറില്ല എഴുതിക്കാനും പറ്റാറില്ല, ബായി അയക്കുമായിരുന്നു. പിന്നെ 2007 ദാദി ബോംബെയിൽ നിന്ന് വന്ന സമയത്ത് ഹെൽത്ത് കുറച്ച് ഓക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ബായി ദാദിയോട് പറഞ്ഞു അത്രേ, ദാദി ആദ്യം കത്ത് എന്നെക്കൊണ്ട് എഴുതിപ്പിക്കുമായിരുന്നു, പിന്നെ ഞാൻ എഴുതിയിട്ട് ദാദിക്കത് വായിച്ചു തരുമ്പോൾ ദാദി അത് പാസ്സാക്കുമായിരുന്നു. പിന്നെ ദാദി പ്രകാശ് മണിയുടെ പേരിൽ ഞാൻ കത്ത് എഴുതുക, അതെനിക്ക് ഭയങ്കര വിഷമാവണം, എൻ്റെ ഉള്ളിൽ കുത്തുവാണ് അങ്ങനെ എഴുതുമ്പോൾ, ഞാൻ എഴുതില്ല എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ദാദി അത്ര സ്നേഹത്തോടു കൂടെ ദൃഷ്ടി കൊടുത്തിട്ട് ശക്തി കൊടുത്തിട്ട് പറഞ്ഞു എന്ന്, അല്ല നീ വളരെ കൃത്യമായിട്ടാണ് നന്നായിട്ടാണ് എഴുതുന്നത്, നീ എഴുതണം എന്ന് പറഞ്ഞു എന്ന്. അങ്ങനെ ദാദിയുടെ വരദാനി ഹസ്തം, ദാദിയുടെ വരം ബായിക്ക് കിട്ടിയിട്ടുണ്ട് ആ കാര്യത്തിൽ എന്ന്. तो जब हमने दादी से एक दिन बहुत बहस किया, हमने कहा नहीं ये ठीक नहीं है, आप लिखाओगी नहीं तो क्या ज़रूरत है लिखने की। तो हम दादी को ऐसे समझा रहे थे, बता रहे थे, तो गुलजार दादी आई, सामने आ गई, साथ में हम 2 ही बैठे थे, दादी और हम बैठे थे। तो गुलजार दादी आई, कहती आज क्या तुम दोनों बात कर रहे हो। दादी और हम, मेरे को बोला आप क्या बात कर रहे हो दोनों।
तो दादी चुपचाप बोलती है, दादी इतने अच्छे पत्र लिखता है, इतना सब खुश होते हैं, और आज ये कहता है मैं पत्र नहीं लिखूंगा, हम छोड़ देंगे। दादी इसको बोलो ना कि नहीं, बाबा की तरफ से तुमको वरदान है, तुम लिखो। तो गुलजार दादी एकदम मुड़ गई, कहती है दादी कहता तो ठीक है, आपको लिखाना चाहिए। अब दादी चुप, कुछ नहीं बोले, क्यों? गुलजार दादी माना बाबा, इतना रिस्पेक्ट था कि गुलजार दादी बोली माना बाबा बोला। तो गुलजार दादी ऐसे बैठ गई और मेरी तरफ दादी देखती है, अच्छा अच्छा गुल कह रही है तो लिखो लिखो। हमने एक डायरी पेन निकाली, हमने कहा लिखो। तो क्या लिखाती है? लिखो दादी 100% ओके है। मैं देखा, हमने नहीं ये नहीं लिखूंगा, आप बीमार हैं। उन्होंने कहती कैसे बीमार हूँ मैं, क्या हुआ मुझे? मैं दादी हुआ क्या है मैं क्या बताऊँ, आप बिस्तर पर हैं, अभी आपको ऑक्सीजन का सहारा चाहिए, आप मुरली नहीं सुना सकती, आप चल फिर नहीं सकती, और आप लिखाएंगी 100% ओके हूँ तो लोग समझेंगे राजू भाई झूठा लिखता है, मैं नहीं लिखूँगा। तो बस दादी मेरे पर इतना प्यार किया, कहती अरे मेरे कुछ नहीं हुआ है, ये तो डॉक्टरों का कुछ चक्कर है, मेरे को नहीं हुआ कुछ, मैं बीमार हूँ क्या? ये तो शरीर का हिसाब किताब है, 19-20 आता है, मैं बीमार नहीं हूँ, तुम लिखो दादी 100% ओके। मैंने लिख दिया 100% ओके। बीमारी में भी उनको बीमार हूँ ये संकल्प नहीं आया। इतना न्यारी प्यारी, ये डॉक्टरों का हिसाब किताब, ये शरीर का कोई कर्म भोग हिसाब किताब, मेरा कुछ, मैं बिल्कुल नहीं रोकी। तो ऐसे लिखाती गई, फिर लिखाया लिखो दादी बड़ी बड़ी बाहें ऐसे करके ऐसे किया, सबको बहुत प्यार कर रही है, भाकी में पहन रहे। फिर कहते नहीं नहीं ये नहीं लिखूँ, मैं क्यों नहीं लिखूँ, अब ये लिखूँगा मैं। तो गुलजार दादी से पूछने लगी, दादी ये लिखना चाहिए? गुलजार दादी कहती है दादी आप नहीं लिखोगी तो कौन लिखेगा, साकार में तो बाबा की सीट पर आप हो, आप तो भाकी पहनोगी ना सबको। ऐसे बहुत अच्छी मीठी मीठी रूह रिहान हमने लिख दिया कि दादी आप सबको बहुत दुआएं दे रही है, बहुत प्यार कर रही है। तो ऐसे दादी अंतिम स्टेज, जो दादी की थी ना, कर्मातीत स्टेज, संपन्न स्टेज, जैसे कोई भान नहीं शरीर का, कोई मैंपन नहीं, जैसा बाबा कहे, जैसे दादी कहे, जैसे चल, ये स्टेज हमको प्राप्त करनी है। और वो उसका आधार है बाबा के दिल में रहो, दिलाराम के दिल में रहो। ഭായി പറയാണ്, കത്തെഴുതുന്ന കാര്യം ഭായിയും പ്രകാശ് മണി ദാദിയും രണ്ടുപേരും മാത്രം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് ഗുൽസാർ ദാദി കയറി വന്നു അത്രേ. എന്നിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ രണ്ടുപേരും തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണല്ലോ, എന്താ കാര്യം ചോദിച്ചു എന്ന്. അപ്പോൾ ദാദി പറഞ്ഞു, നോക്ക് ഈ കുട്ടി ഇത്ര നാൾ കത്തെഴുതിയിരുന്ന കുട്ടിയാണ്, ഇപ്പം പറയുകയാണ് ഞാൻ കത്ത് എഴുതുന്നില്ല എന്ന് പറയുകയാണ്, അതെങ്ങനെയാവാന്ന്. അപ്പോൾ ആ ചോടോ ദാദി എന്ന് പറഞ്ഞു അത്രേ, അത് വിട്ടേക്ക് ദാദി എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ പ്രകാശ് ദാദി പറഞ്ഞു അല്ല അങ്ങനെയല്ല, നന്നായിട്ട് എഴുതി ഇവൻ എഴുതണമെന്ന്. ഉടനെ ഗുൽസാർ ദാദി തിരിഞ്ഞു, ദാദി പറഞ്ഞു ദാദി പറയുന്നുണ്ടോ എന്ന് എഴുതണമല്ലോ എന്നായി മാറിയെന്ന്. എന്നുവെച്ചാൽ പ്രകാശ് മണി ദാദി എന്ത് പറഞ്ഞു അടുത്ത സെക്കൻഡിൽ ഗുൽസാർ ദാദി അത് അങ്ങനെ തന്നെ സ്വീകരിക്കുമായിരുന്നു. പറയുമ്പോൾ ബാബയുടെ രഥമാണ്, ബാബയ്ക്ക് തുല്യമാണ്, ബാബയെ ഗുൽസാർ ദാദിയുടെ മുഖത്തുനിന്നൊരു വാക്ക് വന്നാൽ ബാബ പറഞ്ഞു എന്നാണ് മാനിച്ചിരുന്നത്. എന്നിട്ട് കൂടി അത്രയ്ക്ക് ആദരവ് അങ്ങോട്ടും കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞതും പറഞ്ഞു എന്നാൽ ദാദി പറയും ഞാൻ എഴുതാം, ദാദിയുടെ സുഖം ഇവരെന്താണെന്ന് വെച്ചാൽ എഴുതാമെന്ന് ബായി പറഞ്ഞു അത്രേ. അപ്പോൾ ദാദി പറഞ്ഞു കത്തിലെഴുതൂ, ഞാൻ 100% ഓക്കെയാണ് എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ 100% ഓക്കെയാണെന്ന് എഴുതില്ല, ദാദിക്ക് നടക്കാൻ വയ്യ, എണീക്കാൻ വയ്യ, സഹായത്തിന് ആൾക്കാർ വേണം, ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഞാൻ 100% ദാദി ഓക്കെ എന്ന് കത്തെഴുതിയാൽ ആളുകൾ വിചാരിക്കും രാജുഭായി അസത്യം പറയാമെന്ന് വിചാരിക്കില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതില്ല എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ പറഞ്ഞു അല്ല അതൊക്കെ ഡോക്ടർമാരുടെ കാര്യങ്ങളല്ലേ, അല്ലാണ്ട് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ രോഗിയാണോ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ രോഗിയാണ് എന്ന് ചോദിച്ചു എന്ന്. അത് ഡോക്ടർമാർ ചെയ്യുന്ന ശരീരത്തിൻ്റെ കാര്യം, ദാദി 100% ഓക്കെയാന്ന് പറഞ്ഞു എന്ന്. ഇത് ഗുൽസാർ ദാദി ചോദിച്ചു അങ്ങനെയല്ലേ ദാദി ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ ഗുൽസാർ ദാദി പറഞ്ഞു സാകാരത്തിൽ ബാബയുടെ സ്ഥാനത്ത് ദാദിയല്ലേ ഇരിക്കുന്നത്, പിന്നെ ദാദി ഓക്കെ ആയില്ലെങ്കിൽ ഓക്കെയാണ് എന്നാൽ എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ദാദി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എല്ലാവരും ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കാറുണ്ടല്ലോ, അപ്പോൾ അത് എഴുതണം. അപ്പോൾ ഞാനിങ്ങനെ
അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഉടനെ ചോദിച്ചു ഇത്ര ഗുൽസാർ ദാദിയുടെ അടുത്ത്. അപ്പോൾ ദാദി പറഞ്ഞു പിന്നെ ഇല്ലെങ്കിൽ എങ്ങനെ പറ്റുക, ധാകാരത്തിൽ ബാബയുടെ സ്ഥാനത്ത് ദാദിയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ബായി എഴുതി ദാദി എല്ലാവരും സ്നേഹിക്കുന്നു, ദാദി എല്ലാവർക്കും ആശീർവാദം തന്നിരിക്കുന്നു, ദാദി 100% ഓക്കെയാണ് എന്ന് ബായി എല്ലാവർക്കും കത്തെഴുതിയെന്ന്. അങ്ങനെയായിരുന്നു ഗുൽസാർ ദാദി അത്രയും ഉയർന്ന സ്ഥാനത്താണ്, ബാബയ്ക്ക് സമാനാണ്, കർമാതീത അവസ്ഥയിലാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ടും അത്രയും നിരഹങ്കാരിയായിരിക്കുന്ന അങ്ങനൊരു അവസ്ഥയിലായിരുന്നു. രണ്ടുപേരും അത്രയും മാധുര്യമായിട്ടുള്ള ആത്മീയ സംഭാഷണം നടക്കുമായിരുന്നു, പരസ്പര സ്നേഹ സംഭാഷണങ്ങൾ. ഈ ഒരു അവസ്ഥേനെയാണ് പറയുന്നത് ഹൃദയത്തിൽ, ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക, മനോഭിരാമൻ്റെ മനോരമയാവുക എന്ന ഈ അവസ്ഥേനെയാണ് പറയുന്നത്. तो बाबा के दादियों के दिल तख्त नसीन बनो, आज्ञाकारी, सच्चे, विश्वास पात्र। बाबा जो जैसे कह रहे हैं श्रीमत सिर माथे, बाबा जैसे चलाओ, जैसे रखो, जैसे सेवा कराओ। अगर इतने सपूत बन जाओगे तो दिल में रहोगे, बाबा के दिल में रहो। बाबा को याद करने की मेहनत मैं क्यों करूं, बाबा मुझे याद करे, ये नशा होना चाहिए। അതുകൊണ്ട് അത്തരത്തിൽ ദാദിമാരുടെ അടുത്ത് സത്യസന്ധരായി വിശ്വാസപാത്രങ്ങളായി ബാബ എന്താണോ ആജ്ഞാപിക്കുന്നത് ആ ആജ്ഞ പാലിക്കുന്ന കുട്ടിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ബാബയുടെ ദാദിമാരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുമ്പോൾ യോഗ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നമുക്ക് പരിശ്രമിക്കേണ്ടി വരില്ല, ബാബ നമ്മളെ ഓർക്കുന്ന അവസ്ഥയായിട്ട് മാറട്ടെ. जब जानकी दादी आई ना 2007 में दादी ने शरीर छोड़ा, दादी जानकी आई तो दादी जानकी ने कहा जैसे तुम लोग दादी के समय संभालते रहे हो ऐसे ही यज्ञ को संभालो। जानकी दादी कोई इंटरफेयर नहीं करेगी, भले प्रशासिका हूँ, बड़ी हूँ, लेकिन आप लोगों को दादी ने जो सिखाया है वैसे ही करना है। तो 2007 से 2004 से ही आज 24 आ गया, 20 साल हो गए। जैसे दादियों ने सिखाया पत्र पुष्प वैसे ही आ रहा है। कोई पता चलता है कि दादी ने लिखाया नहीं लिखाया। जानकी दादी ने ऐसे किया, रतनमोही दादी ने ऐसे ही किया। सब कारोबार बाबा करा रहा, कराने वाला करा रहा। हम क्या करते हैं, हम तो सिर्फ कलम चलाते हैं, बस कलम चलाते हैं और कहते हैं तुमको जो कराना करा दे। हम इतने सपूत, इतने आज्ञाकारी बने जो बड़ों के और बाबा के दिल को जीत लें। പറയുകയാണ് 2007 പ്രകാശ് മണി ദാദി ദേഹം വിട്ട ശേഷം ജാനകി ദാദി വന്നു. 2004 മുതൽ ബായി പറഞ്ഞ് 2004 മുതൽ ബായി കത്തെഴുതുന്ന സേവ ആരംഭിച്ചു. ഇന്നും പത്രപുഷ്പം വരാറുണ്ടല്ലോ, അന്ന് മുതൽ ജാനകി ദാദിയെ വന്നപ്പോൾ ദാദി പറഞ്ഞു അത്രേ, നിങ്ങൾ എങ്ങനെയാണോ പ്രകാശ് മണി ദാദി എന്തെല്ലാം പഠിപ്പിച്ചിരുന്നു, എന്തെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നോ അതുപോലെ തന്നെ നിങ്ങൾ യജ്ഞം അതേ രീതിയിൽ തന്നെ തുടർന്ന് കൊണ്ടുപോകണമെന്ന് ജാനകി ദാദിയും പറഞ്ഞു. അങ്ങനെ ജാനകി ദാദിയെ സമയം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ രത്തമോഹൻ ദാദി വന്നു. ദാദിമാരെ കാലഘട്ടത്തിൽ 20 വർഷമായി, 2004 മുതൽ 2024 വരെ ബായി ഇപ്പോഴും ആ സേവനങ്ങൾ അതുപോലെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. പേന പിടിച്ച് ഞാൻ ഇരിക്കുന്നു, ബാബ എഴുതിപ്പിക്കുന്നു, ആ കാര്യം ബാബ ചെയ്യിപ്പിക്കുന്നു, ആ കാര്യം ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നു. दादी जानकी ने 1-2 बार परीक्षा ली क्योंकि विदेश में रहती थी, भारत के अंदर इतनी सेवाएं चल रही थी। तो दादी के पास जब बहुत सारे पत्र आने लगे, बड़ी दादी के पास जैसे आते थे ऐसे जानकी दादी के पास आने लगे। तो जानकी दादी पत्र पढ़ती थी, मुझे नहीं देती थी, पढ़ लेती थी। दादी तो सारी पोस्ट उठा के दे देती थी, लेकिन जानकी दादी अपने पास रख लेती थी क्योंकि मेल कभी आता था कभी कुछ, और ऐसे बुलाती थी आओ मेरे पास पत्र लिखना है। लेकिन लिखना नहीं है, नोट्स नहीं लेने हैं, तुम मेरे सामने बैठो, मैं तुमको बता रही हूँ कि इस बहन को, इस सेंटर को ये पत्र लिखना है, उसका पत्र ये आया है, इसको ये जवाब देना, 2-2 लाइन, 3-3 लाइन। और ऐसे सुनो, जो बुद्धि की डायरी में लिखना, नोट्स नहीं लेना, सुनो मेरी बात। अब ऐसे बैठ जाती थी, देहरादून की प्रेम बहन को ये लिखना, फलानी बहन को ये लिखो, फलानी बहन को ये लिखो, उसकी तबीयत ठीक नहीं है, उसको ये हुआ। 10-12 पत्र ऐसे ही आंख बंद करके, और मेरे को कहती लिखना नहीं, नोट्स नहीं लेना, जाके टाइप करके आओ। परीक्षा लेती थी, कुछ नहीं बोलेगी, मेरे को बता दिया, मैं गया, आंख बंद करके, कोई से बोलना नहीं, कोई से बात नहीं करना,
कंप्यूटर खोला, याद करता क्या दादी ने उसको क्या लिखाया, उसको क्या लिखाया, उसको क्या लिखाया। 10-12 पत्रों का टाइप करके जवाब भेज दिया, ईमेल कर दिया। 2 दिन तक कुछ नहीं पूछेगी, तीसरे दिन कहेगी राजू तुमको फलानी बहन को पत्र लिखाया था, तुमने उत्तर दिया? हाँ दादी दिया। अच्छा ले आओ अभी, क्या दिया? अब उसी समय अगर हम लेके गए 5-7 मिनट में पढ़ेगी। और इतनी उसकी प्रशंसा, तू तो मेरी दिल को समझता है, जो दादी के दिल में था वो तुमने पत्र में लिखा है। इतनी खुशी से उसको प्रशंसा करना, आगे बढ़ाना। तो ये दादियों की पालना, जिससे आज यज्ञ इतना चल रहा है, निराधार होकर के चल रहा है, कोई देखता नहीं कैसे चल रहा है, करने वाले कर रहे हैं। ബായി പറയുകയാണ്, ഒരു പ്രാവശ്യം ജാനകി ദാദി വന്ന സമയത്ത്, പ്രകാശ് മണി ദാദിയുടെ സമയത്ത് ബായി കത്ത് വായിച്ചു കൊടുക്കുമായിരുന്നു. ജാനകി ദാദി എല്ലാ കത്തും നേരെ വായിക്കുമായിരുന്നു, സ്വയം വായിക്കുമായിരുന്നു അതിലെ കത്തുകൾ. അങ്ങനെ ഒരു പ്രാവശ്യം ദാദി രാജുബായിനെ വിളിച്ചു. രാജു ഇതിനെല്ലാത്തിനും നമുക്ക് ഉത്തരം എഴുതണം വരാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഓരോ ബഹനെ, ഇന്ന സഹോദരിക്ക് ഇങ്ങനെ കത്തെഴുതി, ഇന്ന സഹോദരിക്ക് ഇങ്ങനെ കത്തെഴുതു. എന്നിട്ട് പറഞ്ഞു ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കരുത്, നിൻ്റെ ബുദ്ധിയിൽ നോട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ 10-12 പേരുകളതായിരിക്കുന്ന കത്ത് എഴുതുന്ന കാര്യം ബായി ഉണ്ടാകാതെ കേട്ട് മാത്രമായിരുന്നു. ദാദി പറഞ്ഞും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇനി ആരോടും പോയി സംസാരിക്കേണ്ട, ഒന്നും നോക്കണ്ട, പോയിട്ട് എല്ലാവർക്കും കത്ത് മറുപടി അയക്കാൻ പറഞ്ഞു എന്ന്. അങ്ങനെ പോയി ബായി അതേപോലെ ദാദി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ എല്ലാവർക്കും കത്തിനെല്ലാം ഉത്തരം അയച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ദാദി വിളിച്ച് ചോദിച്ചു അത്രേ, രാജു നിനക്ക് ഞാനിങ്ങനെ ഇങ്ങനെ സഹോദരിമാർക്കൊക്കെ കത്തയക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, നീ ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞു. ആ അയച്ചിട്ടുണ്ട് ദാദി, എന്നാൽ ഉടനെ അത് കൊണ്ടുവരാൻ പറഞ്ഞു എന്ന്. ഒരു 5-6 മിനിറ്റിനുള്ളിൽ ഈ എല്ലാ കത്തുകളുടെയും മറുപടിയും കൊണ്ട് ദബായി ചെന്നു. അത് ദാദി വായിച്ചിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അത്രയും സന്തോഷിച്ച് പറഞ്ഞു അത്രേ, ഓ നീ എത്രമാത്രം എൻ്റെ ഹൃദയത്തിൻ്റെ കാര്യം എന്താണോ, എൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടോ അത് നീ മനസ്സിലാക്കി, അങ്ങനെയാണ് നീ കത്തെഴുതുന്നത്, അത്ര നന്നായി ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്രയധികം പ്രശംസിച്ചു, അത്രയധികം ആശീർവദിച്ചു. ദാദി ബായി പറയുകയാണ്, ഇങ്ങനെയാണ് ദാദിമാരുടെ ആശീർവാദം. നമ്മൾ നിരഹങ്കാരിയായിട്ടിരിക്കുമ്പോൾ ആ ആശീർവാദം നമുക്ക് അങ്ങനെ കിട്ടുന്നത്. അങ്ങനെ ദാദിയുടെ അടുത്ത് നിന്നും കിട്ടിയിട്ടുണ്ട്, പരീക്ഷയിൽ പാസ്സായിട്ടുണ്ട്. तो योगी जीवन के लिए 3 बातें सुनी, मस्तक मणि हूँ, नैनों की नूर हूँ, दिल तख्त नसेन हूँ। बाबा के दिल में रहो, निमित्त आत्माओं के दिल में रहो। कोई भी काम पड़े कहें हाँ फलाने को बोल दो हो जाएगा, इस भाई को बोलो हो जाएगा, इस बहन को बोलो हो जाएगा। इतना विश्वास पात्र बन करके रहो। अपने आप यज्ञ से जुड़ोगे, बाबा से जुड़ जाओगे। यज्ञ पिता को प्रसन्न करना है तो जो उसने यज्ञ रचा है उसकी अच्छी तरह से संभाल करो, उसका रचा हुआ ये यज्ञ है. ബായി പറയാണ്, നിങ്ങൾ നിമിത്ത ആത്മാക്കളുടെ അടുത്ത് അതുപോലെ നിങ്ങൾ ചെയ്യൂ, എന്താണോ പറയുന്ന ആജ്ഞ അത് അനുസരിക്കൂ. ഇത് യജ്ഞപിതാവിനോടുള്ള സ്നേഹം എന്നുണ്ടെങ്കിൽ ആ യജ്ഞപിതാവ് രചിച്ച യജ്ഞത്തിനെ നിങ്ങൾ സംരക്ഷിക്കൂ. എന്തൊരു കാര്യമാണെങ്കിലും ഉണ്ടെങ്കിൽ ആ സഹോദരനോട് പറഞ്ഞാൽ മതി, അത് നടന്നോളും. അല്ലെങ്കിൽ ഈ സഹോദരിയോട് പറഞ്ഞാൽ മതി, അത് നടന്നോളും. ഇങ്ങനെ വിശ്വാസം അവൻ നിങ്ങളെക്കുറിച്ച് വരണം. അപ്പോഴാണ് യജ്ഞപിതാവിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനം കിട്ടുന്നത്. और चौथी बात, बाबा मैं आपका राइट हैंड हूँ, लेफ्ट नहीं है. चाहिए दोनों. शोभा तो शरीर की तभी है जब दोनों हाथ हैं. लेकिन बाबा कहता है बच्चे तुम मेरे राइट हैंड बनो. राइट हैंड क्यों कहता है? राइट हैंड अच्छे काम के लिए, दान के लिए, अच्छे काम के लिए राइट हैंड को यूज करते हैं, लेफ्ट को नहीं. लिखने में, पढ़ने में, दान करने में, प्रसाद देने में, लेने में मजबूत भी है और शुद्धता का प्रतीक है. तो हम बाबा के बच्चे, बाबा की राइट हैंड भुजा हैं. और जो राइट हैंड हैं बाबा उनको साथ साथ रखता है. പറയാണ് ബൈ, 4ാമത്തെ കാര്യം, നമ്മൾ ബാബയുടെ വലം കൈകളാകണം, റൈറ്റ് ഹാൻഡ്സ് ആവണം. 2 കൈയും വേണമല്ലോ, ഇടം കൈയും വലം കൈയും 2 കൈയും ഒരു ശരീരത്തിന് ആവശ്യമാണ്. പക്ഷെ എന്നാൽ എന്തുകൊണ്ട് വലം കൈ എന്ന് പറയുന്നു? കാരണം ഒരു പ്രസാദം കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ വായിക്കണമെങ്കിൽ ശക്തിയും അത് തന്നെയാണ്. ശക്തിയും ശുദ്ധിയും ഒന്നിച്ച് എല്ലാ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വലം കൈയിനെയാണല്ലോ.
അപ്പോൾ നിങ്ങളും ബാബയുടെ വലങ്കൈ ആയിരിക്കണം. ആര് ബാബയുടെ റൈറ്റ് ഹാൻഡ്സ് ആണോ അവരുടെ കൂടെ സദാ ബാബ ഉണ്ടായിരിക്കും. तो आप अपने को राइट हैंड समझते हो सब? നിങ്ങളൊക്കെ ഞാൻ ബാബയുടെ റൈറ്റ് ഹാൻഡ് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? सब वारिस हो അവകാശികളാണോ? ബാബയുടെ അവകാശികളാണോ? वारिस किसको कहते हैं? ആരെയാണ് അവകാശി എന്ന് പറയുക? वारिस वो है जो घर का बच्चा घर की चीज हर चीज की ध्यान रखता, हर चीज की संभाल करता है. पहले जब सेवाएं शुरू हुई तो गुजरात में सेंटर खुला, बहुत सारे बच्चे निकले. दीदी वहाँ की निमित्त थी. दीदी मनमोहिनी को बाबा ने गुजरात में अहमदाबाद में भेजा सेवा के लिए. दीदी बहुतों को लेके आई. उसमें एक भाई आया तो बाबा की दृष्टि पड़ी और बाबा दीदी को बोला, बच्ची एक ही वारिस लाई है. दीदी देखती रहेगी. मैंने इतनी सेवा की, इतने लोगों को मैं लेके आई पार्टी में, और बाबा कहता है एक ही वारिस को लाई है. ध्यान गया, क्यों बाबा इसका बोल रहा वारिस? നമുക്ക് ബായി പറയാണ്, അവകാശി എന്ന് വെച്ചാൽ ബാബയുടെ യജ്ഞത്തിൻ്റെ ഓരോ കാര്യത്തിനും സംരക്ഷിക്കുന്നവർ, എല്ലാത്തൊരുപോലെ സംരക്ഷിക്കുന്നവരാരോ അവരാണ് ബാബയുടെ അവകാശി കുട്ടികളാകുന്നത്. ഉദാഹരണം പറയുകയാണ്, നമ്മുടെ യജ്ഞത്തിൽ സേവ ആരംഭിച്ച സമയത്ത് ഗുജറാത്തിലൊരു സെൻറ്റർ തുറന്നു, അഹമ്മദാബാദിൽ. ആ സെൻറ്ററിൽ സേവയ്ക്ക് വേണ്ടി പോയത് നമ്മുടെ മൻമോഹിനി ദീദിയായിരുന്നു. ദീദി അവിടെ നന്നായിട്ട് സേവ ചെയ്തൊരു ഗ്രൂപ്പിനെയും കൊണ്ട് ബാബയെ കാണാൻ വേണ്ടി വന്നു. ബാബ അവരെയൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇത്രേ കുട്ടി ഒരു അവകാശി കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന്. ദീദി ആകെ ചിന്തിച്ചു പോയി, ഇത്രയും പേരെ കൊണ്ടുവന്നിട്ട് ബാബ പറയുന്നു ഒരു അവകാശി കുട്ടീനെ കൊണ്ടുവന്നാണോ പറയുന്നത് എന്ന് ദീദി ചിന്തിച്ചു. आते ही यज्ञ में आते ही हर बात पर उसका ध्यान, यहाँ पर कर्टन ठीक नहीं है, यहाँ पर ये चीज़ की ज़रूरत है, यहाँ पर ऐसी चीज़ होनी चाहिए. हर बात, जैसे कोई घर का मालिक आता है ना, वो हर चीज़ का ध्यान. अहमदाबाद में सेंटर नहीं है, दीदी हमारा घर पड़ा है, आप घर में सेंटर चलाओ. घर दे दिया सेंटर के लिए. मधुबन में आए, जिस डिपार्टमेंट में जो चाहिए पहले देखता था, मैं उसके समीप आ गया दीदी के कारण. दीदी ने मेरा परिचय कराया तो आता था मेरे ऑफिस में. तो मैं फोटोकॉपी मशीन उस समय आई थी नई, तो देखा उसने, पुरानी ले आया था मैं सेकेंड हैंड मशीन. तो बड़ा रमणीक था, हंसता था, बहुत हंसाता भी था. कहता है, किसी को अगर दुश्मनी से बदला लेना हो ना, कोई से दुश्मनी हो जाए और उससे बदला लेना हो तो क्या करना चाहिए? तो मैं समझ नहीं पाया क्या कहता है ये. कहता उसको एक पुरानी चीज़ लेकर के दे दो, पुरानी गाड़ी दे दो, पुरानी मशीन दे दो, सारा दिन उसको बिजी हो जाएगा, खोलेगा, तोड़ेगा, बनाएगा, वो भूल जाएगा दुश्मनी, बदला ही नहीं लेगा. तो इतना हंसाता था. कहता था ये जो पुरानी चीज़ें लेके रखी है ना, ये सारा दिन उसी में लगे रहोगे, क्यों रखी है पुरानी, मैं लाके नया देता हूँ. मतलब इतना उसको ये था कि इन लोगों का टाइम बड़ा वैल्यूबल है, ये टाइम ऐसे क्यों गंवा रहे हैं, बार बार उसको ठीक करते हैं, बार बार उसमें ये करते हैं, मैकेनिक बुलाते हैं, टाइम वेस्ट कर रहे हैं. अरे एक बार नई ले लो, क्या ज़रूरत है पुरानी के पीछे पड़ना. तो इतना उसको एक चीज़, एक डिपार्टमेंट में कौन सी चीज़ की ज़रूरत है, कौन सी चीज़ यहाँ होनी चाहिए, हर बात पर ध्यान. वारिस इसको कहते हैं. ബായി പറയണ അവകാശി എന്ന് വെച്ചാൽ എങ്ങനെയാണോ ഒരു ഓണർ, അധികാരിയായിട്ടുള്ള, സ്വന്തം വീട്ടിൽ വന്നാൽ ഈ കർട്ടൻ ഇങ്ങനെ പറ്റില്ല, ഈ സാധനം ഇതല്ല വേണ്ടത്, ഇങ്ങനെ വേണം, ഇങ്ങനെ ബാബയുടെ വീട്ടിൽ ഓരോ സാധനത്തിനെക്കുറിച്ചും ഓരോന്നിനെക്കുറിച്ചും ചിന്തിക്കുകയും നോക്കുകയും ചെയ്യുന്ന ആളുണ്ടോ, അവരാണ് ബാബയുടെ അവകാശി. അങ്ങനെ ഒരു കുട്ടി അതിലുണ്ടായിരുന്നുള്ളൂ, അതിനെയാണ് ബാബ അവകാശി എന്ന് പറഞ്ഞത്. ആ കുട്ടി അഹമ്മദാബാദിൽ സെൻറ്റർ ഉണ്ടായിരുന്നില്ല. ദീദിയോട് പറഞ്ഞത്, ദീദി ഇവിടെ സെൻറ്റർ ഇല്ല, എൻ്റെ വീട് അവിടെയുണ്ട്, അത് സെൻറ്റർ ആക്കൂ, അതിൽ സെൻറ്റർ നടത്തൂ എന്ന് പറഞ്ഞു.
പിന്നെ മധുവനത്തിൽ വന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ കാര്യത്തിനെക്കുറിച്ചും അങ്ങനെയായിരുന്നു ആ ബായി പ്രതികരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് മൻമോഹിനി ദീദിയുടെ അടുപ്പുണ്ടായിരുന്നല്ലോ ബായിജിക്ക്. അതുകൊണ്ട് ബായിജിയുടെ ഓഫീസിലും വന്നു. അപ്പോൾ ആ സമയത്ത് ആദ്യമായിട്ടൊരു ഫോട്ടോ സ്റ്റാറ്റ് മെഷീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു പഴയ മെഷീനായിരുന്നു അത്ര ഉണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ പറയുകയാണ് പോലും, നമുക്കൊരാളോടൊരു ശത്രുതയുണ്ടെങ്കിലേ ആ ശത്രുത നിറവേറ്റാൻ ഏറ്റവും നല്ല വഴി എന്താണെന്ന് അറിയുമോ? അപ്പോൾ ബായിക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു, വേറെ ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു പഴയ സാധനം അവർക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ അവരെ സമയം മുഴുവൻ നന്നാക്കാനും പിന്നെ കേടാകുമ്പോൾ വീണ്ടും നന്നാക്കുക, ഇതിൽ തന്നെ പോയിക്കൊണ്ടിരുന്നോളുമല്ലോ, എന്തിനാ ഈ ഒരു പഴയ മെഷീൻ വെച്ചുകൊണ്ടിരിക്കണേ, ഞാൻ നല്ലൊരു സാധനം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു എന്ന്. അങ്ങനെ അത്രയ്ക്കധികം യജ്ഞത്തിൻ്റെ കാര്യങ്ങളെ ആരാണോ യജ്ഞത്തിൻ്റെ കാര്യത്തിന് എൻ്റെ കാര്യം എന്ന് മാനിക്കുന്നത് അവരാണ് അവകാശി എന്ന് ബാബ പറയുന്നുള്ളൂ. तो वारिस माना क्या? वर्षे का अधिकारी, जिसने संगम युग पर भगवान को वारिस बना लिया, उसको अपना बच्चा बना लिया. जैसे 4 बच्चे आपको हैं, चारों के लिए आप ध्यान देते हो, भाई आज इसको ये प्रॉपर्टी देनी है, इसको ये हिस्सा देना है, इसको पढ़ा के इतना योग्य बनाना है. अगर बाबा को वारिस संगम पर बनाया तो बड़ा बच्चा तो शिव बाबा हो गया. जो मैं 4 बच्चों के लिए कह रहा हूँ, कर रहा हूँ, मुझे पहले बच्चे के लिए कितना टेंशन रहता है. अगर इस समय हमने शिव बाबा को अपना वारिस बना लिया, कहता बच्चा बना के देखो, तुम बनाओगे, तुम अपना अधिकार मुझे सौंपोगे तो तुमको 21 जन्मों का वर्षा दूंगा. बहुत पक्का सौदागर है वो, ऐसा नहीं है. तो आप सबने बाबा को अपना वारिस बनाया है? किसने किसने बाबा को वारिस बनाया है? ट्रांसलेशन करके पूछेंगे भाई साहब, ट्रांसलेशन करके समझ में आना चाहिए. ബായി പറയുകയാണ്, അവകാശിയാവാന്ന് വെച്ചാൽ നോക്കൂ, നിങ്ങൾക്ക് 4 മക്കളുണ്ട്. 4 മക്കളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ശിവബാബയാക്കിയെങ്കിൽ ഓരോ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുക? ഈ കുട്ടി സ്കൂളിൽ പോകണം, കാര്യങ്ങൾ വേണം, സാധനം വാങ്ങണം, അല്ലെങ്കിൽ കൊടുക്കണം, നോക്കണം, പോയോ വന്നോ, എല്ലാ കാര്യത്തിലും അച്ഛനമ്മമാർ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ നിങ്ങൾ ബാബയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് നിങ്ങൾ ബാബേനെ അവകാശിയാക്കുമെന്ന് പറയുക. ബാബ അങ്ങനെ ഒരു ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞ കച്ചവടക്കാരനല്ല, നല്ല സ്ട്രോങ് ആയിരിക്കുന്ന ശക്തിശാലിയായ കച്ചവടക്കാരനാണ്. ബാബയെ നിങ്ങൾ അവകാശിയാക്കിയാൽ 21 ജന്മത്തേക്ക് ബാബ നിങ്ങളെയും അവകാശിയാക്കും. എന്നിട്ട് ബായി ചോദിക്കുകയാണ്, ഈ കൂട്ടത്തിൽ എത്ര പേര് ബാബയെ തൻ്റെ അവകാശിയാക്കിയവരുണ്ട്? ബാബയെ അവകാശിയാക്കിയവർ എത്ര പേരുണ്ട്? बहुत कम. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂല്ലോ. सबको बाबा को अगर सतयुग त्रेता का वर्षा लेना है, 21 जन्म का राज्य पद लेना है, तो संगम पर भगवान को अपना वारिस बनाओ. അതുകൊണ്ട് സത്യത്രേതായുഗങ്ങളിൽ അഥവാ നിങ്ങൾക്ക് രാജാവാകണമെങ്കിൽ, സമ്പത്ത് വേണമെന്നുണ്ടെങ്കിൽ ബാബയെ നമ്മൾ സംഗമയുഗത്തിൽ അവകാശിയാക്കണം. जो कुछ हम परिवार के लिए करते हैं, जो हमारा टेंशन रहता है कि बच्चों के लिए होना चाहिए, इसके लिए होना चाहिए, उसके लिए होना चाहिए, सबसे पहला संबंधी तो संगम पर बाबा है. तो बाबा के राइट हैंड भी बनो और बाबा को वारिस भी बनाओ, तब वो बाबा अपना वर्षा देगा. 21 जन्मों की भाषा ही. അതുകൊണ്ട് ഏതൊരു കാര്യത്തെക്കുറിച്ചും സംഗമയുഗത്തിൽ ആദ്യത്തെ പുത്രൻ ബാബയായിരിക്കണം. എന്തൊരു കാര്യം നമ്മുടെ മക്കളുടെ കാര്യമുണ്ടോ നോക്കുന്നുണ്ടോ, അതേപോലെ നിങ്ങൾ ബാബയുടെ കാര്യം നോക്കുന്നുണ്ടായിരിക്കണം. അങ്ങനെ സംഗമയുഗത്തിൽ നിങ്ങൾ ബാബയുടെ വലം കൈയാവുമ്പോൾ, അവകാശിയാവുമ്പോൾ, ബാബ 21 ജന്മത്തേക്ക് നിങ്ങളെ അവകാശിയാക്കും, സമ്പത്തും തരും. इसमें बाबा एक शब्द और प्रयोग करते हैं, बिना कहे जो करे वो देवता, कहने से जो करे वो मनुष्य, और जो कहने से भी न करे डैश, उसको बोलता नहीं है, उसकी कोई वैल्यू नहीं है. ബായി പറയാണ്, ഒരു ചൊല്ലു പറയാറുണ്ടല്ലോ, പറയാതെ ചെയ്യുന്ന ഒരു ദേവത, പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആര് പറഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നോ അവരെക്കുറിച്ച് പറയുന്നില്ല എന്ന്. ശോഭിക്കില്ലേ പറയുന്നത്, അവൻ പറയുന്നില്ല. तो जो बाबा के वारिस बच्चे हैं, जो बाबा के राइट हैंड बच्चे हैं, उनको कहना नहीं पड़ता है ये सेवा करनी है, ये काम है, ये चीज़ चाहिए. वो देखता है कि यहाँ पर किस चीज़ की ज़रूरत है, किस चीज़ की आवश्यकता है, अपने आप करता है. कहने की ज़रूरत क्या है?
ബാബയുടെ അവകാശികളായിരിക്കുന്ന മക്കളോട് ഈ സാധനം വേണം, ഇങ്ങനൊരു സാധനം വേണം, അല്ലെങ്കിൽ അത് വേണം, ഇത് വേണം ഒന്നും പറയേണ്ട കാര്യം വരില്ല. അവർ നോക്കൂ എന്താണ് യജ്ഞത്തിൽ ഇവിടെ കുറവുള്ളത് നോക്കിയിട്ട് അത് ബാബയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കുന്നവരെയാണ് അവകാശി എന്ന് പറയുന്നത്. लेकिन कई बार हम अंदर आते आते अपने को समझने लगते हम वारिस हैं, हम मालिक हैं, और मालिक बन करके कई बार टकराव की स्थिति में आ जाते हैं. मैं पुराना हूँ, मैं अनुभवी हूँ, मैं बड़ा हूँ, और इस भाव से अगर कोई थोड़ी बहुत नीचे ऊपर बात देखी तो क्या करते हैं, गुस्से में आ जाते, जोश में आ जाते, मैं ठीक कर दूंगा, मैं सुधार दूंगा, और जहाँ वो मैंपन आया वहाँ टकराव शुरू हो जाता. इसलिए क्या करना, ചിലരെന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് അവർ സ്വയം ഞാൻ അധികാരിയാണ്, അവകാശി എന്നുള്ളത് മാറിയിട്ട് അധികാരി എന്നുള്ള വിചാരത്തിലേക്ക് പോകും. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് അനുസരിക്കണം, അങ്ങനെയൊക്കെയായി മാറും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിലൊരു അവർക്ക് മോശം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി തോന്നിയാൽ അതോടുകൂടി അവർ ദേഷ്യപ്പെടാൻ തുടങ്ങും, ഉറക്ക സംസാരിക്കാൻ തുടങ്ങും, നേരിട്ട് യുദ്ധം ചെയ്യാൻ നിൽക്കും, ഏറ്റുമുട്ടാൻ നിൽക്കും. बाबा ने एक बहुत सुंदर बैलेंस सिखाया. आप बैलेंस को एक कला के रूप में समझना. बैलेंस एक कला है और बैलेंस वाले को ही ब्लेसिंग्स मिलती हैं. बैलेंस वाले की जीवन ब्लिसफुल बनती है. कौन सा बैलेंस चाहिए? ബാബ നമ്മളെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ബാലൻസിങ് എന്ന് പറയുന്നത് വലിയൊരു കലയാണ്. അതിലൂടെയാണ് ആശീർവാദം കിട്ടുക. ഏത് കാര്യത്തിലാണ് ബാലൻസ് വേണ്ടത്? संगठन में, अपने दैवी परिवार में जितना हम पुराने और अनुभवी होते जाते हैं उतना एक बहुत अच्छा बैलेंस मालिक और बालकपन का है. मालिक बन करके अपनी बात दो, राय दो, बताओ, लेकिन उसके पीछे पीठ नहीं करो, बालक बन जाओ. സംഗമയുഗത്തിൽ എത്ര നമ്മൾ പഴയ കുട്ടിയാവുന്നോ, എത്രത്തോളം നമ്മൾ സീനിയർ ആവുന്നോ അത്രയും തന്നെ നമ്മൾ അധികാരിയുമാണ്, അപ്പം തന്നെ കുട്ടിയുമാണ്. ആ ബാലൻസിങ് നമുക്ക് വേണം. എത്ര അധികാരിയായിക്കൊണ്ട് കാര്യങ്ങൾ പറയാം, നമുക്കറിയിക്കാം, അത് കഴിഞ്ഞാൽ അത് അവസാനിച്ചു. പിന്നെ നമ്മൾ കുട്ടിയായിരിക്കണം. अगर अपनी अच्छी स्थिति बनाना चाहते हो, मालिक और बालक जो होता है थोड़ी देर में भूल जाता है, कोई बात को गांठ बांध के नहीं रखता है. कुछ हो गया, संगठन है, परिवार है, भिन्नताएं हैं, संस्कार हैं, कोई बात अच्छी नहीं लगती, आपने राय दिया, मालिक बन करके बोला, बड़ों को भी बता दिया. उसके बाद बड़ों ने क्या स्टेप लिया उसके पीछे अगर जाओगे तो स्थिति बिगड़ जाएगी. लिया गया या नहीं, हम बालक हैं. हमने अपनी शुभ भावना से बड़ों को बताया, वो किया गया या नहीं किया गया, बाबा कहता वो चिंता तुम्हें करने की ज़रूरत नहीं है, मैं बैठा हूँ, मैं ठीक करूँगा. आप बच्चों ने अपना फर्ज पूरा किया, अभी अधिकार छोड़ दो, फर्ज पूरा करो. लौकिक में भी अगर कोई परिवार के ऊपर अधिकार रखेगा तो टकराव पैदा होगा. इसका कहानी अलग बताता हूँ, अभी ये पूरा. പിന്നെ പറയണം ഭായി, നമ്മൾ കുട്ടികളെങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അധികം വൈകാതെ ആ കാര്യങ്ങൾ മറന്നു പോകും. ഒരിക്കലും മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്ന ആ കാര്യം കൊണ്ട് നടക്കുക എന്നുള്ളത് കുട്ടികൾ ചെയ്യാറില്ല. അതുപോലെയാണ് നമ്മൾ സംഗമയുഗത്തിൽ കുട്ടിയായിട്ട് ചെയ്യേണ്ടത്. അധികാരിയായിക്കൊണ്ട് നമ്മുടെ പരിവാരമാണ്, നമ്മുടെ കുടുംബമാണ്. കാര്യങ്ങൾ പറയാണ്ടെങ്കിൽ പറയാം. നമ്മൾ നിമിത്തമായിട്ടുള്ള സഹോദരിയോ ആരോ ആണെങ്കിൽ അവരുടെ നമുക്ക് പറയാവുന്നതാണ്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞ ശേഷം പറഞ്ഞ ആ കാര്യം നിങ്ങളുടെ തീർന്നു. അതല്ലാതെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഇവരെന്ത് ആക്ഷൻ എടുത്തു, എന്താണ് ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. ബാബ പറയുകയാണ്, നിങ്ങൾ പറയാന്നുള്ളതായിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. അത് നിങ്ങൾ പറയണം, അധികാരിയായിക്കൊണ്ട് പറയണം. പക്ഷേ അത് കഴിഞ്ഞ ശേഷം അതിലെന്ത് ആക്ഷൻ എടുത്തോ അത് നിങ്ങളുടെ കർത്തവ്യമല്ല, അത് നിങ്ങൾ അവിടെ വിട്ടേക്കണം, അവിടെ കുട്ടിയായിട്ട് അത് മറന്നേക്കണമെന്ന്. ईश्वरीय परिवार में बाबा ने अपना बनाया, हमें योग्य बनाया, योगी बनाया, बहुत अच्छी समझ दी, बुद्धि दिया, वरदान दिए, लेकिन वो श्रेष्ठ कर्म के लिए हैं, स्थापना के कार्य के लिए हैं, किसी के विरोध के लिए नहीं है. हम बुद्धिमान हैं, हम अनुभवी हैं, हम समझदार हैं, और अगर कोई दूसरा गलत कर रहा है तो हम समझते हैं हम तो यज्ञ रक्षक हैं, और उसकी बात को लेकर के अगर हम 10-15 तक बात को फैला देते हैं
तो बाबा कहता है यज्ञ रक्षक नहीं, ये तो यज्ञ विरोधी है। रक्षा क्या किया उसने? रक्षा है अपनी शुभ भावनाएं देना, योग का सहयोग देना, उसकी विशेषताओं का वर्णन करके उसकी कमियों को समाप्त करना, न कि उसकी कमियों को लेकर के वातावरण में बात फैलाना। ബാബ നമ്മളെ ഈശ്വരീയ കുടുംബത്തിൻ്റെതായി തിരഞ്ഞെടുത്തു, യോഗ്യനാക്കി, യോഗിയാക്കി, ബുദ്ധി തന്നു, വിവേകം തന്നു, വിശേഷതകൾ തന്നു. ഇതൊക്കെ തന്നെ നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിക്കൊണ്ടാണ്, സ്ഥാപനയുടെ കാര്യം ചെയ്യാൻ വേണ്ടിക്കൊണ്ടാണ്. നമ്മൾ ആ ബുദ്ധി, ഞാൻ വലിയ ബുദ്ധിമാനാണ്, ഞാൻ വിവേകമുള്ളവനാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആരുടെയെങ്കിലും ഒരാളെ കുറവ് കാണുമ്പോൾ അത് 10 ആളോട് 15 ആളോട് പരത്താൻ വേണ്ടിയുള്ളതല്ല. അതിന് ബുദ്ധി എന്ന് പറയില്ല, വിശേഷത എന്ന് പറയില്ല. അതിന് വേണ്ടിയിട്ടല്ല ബാബ തന്നിരിക്കുന്നത്. ശുഭഭാവന വയ്ക്കുക, ശുഭകാമന വയ്ക്കുക, ഒരാളുടെ ഗുണങ്ങളെ പരത്തുക, അഥവാ അവർക്ക് എന്തെങ്കിലും അവഗുണം ഉണ്ടെങ്കിൽ അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ട് അവരെ സഹായിക്കുക. അതിനാണ് ബാബ നമുക്ക് ബുദ്ധിയും വിവേകമൊക്കെ തന്നിരിക്കുന്നത്. ऐसे ही लौकिक परिवार के अंदर भी एक बहुत अच्छा बैलेंस चाहिए, और वो बैलेंस है परमार्थ और व्यवहार. अगर बैलेंस से चलोगे, मान लो आपने रचना रची है, बच्चे हैं, पत्नी है, घर है, जवाबदारियां हैं. बाबा के बच्चे बन गए, नशा चढ़ गया, व्यवहार छूट गया. उनको पढ़ाना है, उनको योग्य बनाना है, उनको अपने पाँव पर खड़ा करना है, उसकी चिंता छोड़ी. हम तो बाबा के हैं, इनको छोड़ो, बाबा ने कहा है छोड़ो सबको. उल्टा नशा, और फिर टकराव पैदा होता है, घर के अंदर झगड़े पैदा होते हैं. और घर में जब झगड़े शुरू होते हैं तो नाम किसका खराब होता है? ब्रह्मा कुमारियों में जय आता है, इसलिए इसका घर टूट गया, घर बिखर गया. ये ध्यान ही नहीं देता. बाबा ने ये सिखाया नहीं, बैलेंस सिखाया है. जब रचना रची है तो उसको फर्ज अदाई के रूप में पालन करो, निभाओ. समय निकाल करके अपनी स्थिति बनाने के लिए योग करो, सेवाएं करो. बैलेंस जरूरी है परमार्थ और व्यवहार का. व्यवहार में लग गए, परमार्थ भूल गया, अपनी उन्नति भूल गई, और अपनी उन्नति में लग गए, घर बार भूल गया. बाबा कहता है इसको ज्ञान की, समझ की कमी है, ऐसा कभी सक्सेस नहीं हो सकता. ബായി പറയാണ്, ലൗകിക കുടുംബത്തിലും നമുക്ക് അധികാരമുണ്ട്. അവിടെയും നമ്മൾ പരമാർത്ഥവും വ്യവഹാരവും രണ്ടിൻ്റെയും ബാലൻസിങ് നമുക്ക് ആവശ്യമാണ്. ബാബയെ കിട്ടി, ജ്ഞാനം കിട്ടി, യോഗ ചെയ്യാൻ തുടങ്ങി, യോഗിയായി. അതിനർത്ഥം നമ്മൾ ലൗകിക കുടുംബം ഉപേക്ഷിച്ചു എന്നല്ല. ഒരച്ഛനാണ്, മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്, മക്കളെ വളർത്തണം, പഠിപ്പിക്കണം, അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവരെ സഹായിക്കണം. അതൊരച്ഛൻ്റെ ഉത്തരവാദിത്വമാണ്. അത് നിങ്ങൾ നിറവേറ്റണം. നമ്മൾ പുരുഷാർത്ഥം ചെയ്യാൻ തുടങ്ങി പരമാർത്ഥത്തിൻ്റെ മാർഗത്തിൽ പൂർണ്ണമായി വന്ന് ലൗകികത്തിൽ അവരെ പഠിപ്പിക്കാനും വളർത്താനും നോക്കാനും ചെയ്തില്ല എങ്കിൽ നേരെ വിപരീത ഫലമല്ലേ ഉണ്ടാവുക. എല്ലാവരും എന്താ പറയുക, ബ്രഹ്മകുമാരിസിൽ പോയി, അതുകൊണ്ട് ഇവർ കുടുംബത്തെ നോക്കുന്നില്ല എന്ന് പറയും. അങ്ങനെയും ചെയ്യരുത്. അതേസമയം അത് പറഞ്ഞിട്ട് ലൗകികത്തിൻ്റെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിക്കൊണ്ട് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സമയം കൊടുത്തു, നിങ്ങൾക്ക് പരമാർത്ഥത്തിൽ, അതായത് വ്യവഹാരത്തിൽ മുഴുകി പരമാർത്ഥത്തിന് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി സമയം കണ്ടെത്തില്ലെങ്കിൽ അതും ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ ബാലൻസിങ് അത്യാവശ്യമാണ്, പരമാർത്ഥവും വ്യവഹാരവും. അതിനാണ് ബാബ നമുക്ക് വിവേകം തന്നിരിക്കുന്നത്, അതിനാണ് നമുക്ക് ബാബ ബുദ്ധി തന്നിരിക്കുന്നത്. बाबा अपने बच्चों के घरों को एक सुंदर आश्रम बनाना चाहता है, गृहस्थ आश्रम. गृहस्थ हमारा आश्रम बन जाए, उसके लिए किन किन बातों का ध्यान रखना चाहिए? ബാബ നമ്മുടെ ഓരോരുത്തരുടെയും വീടിനെ മനോഹരമായിരിക്കുന്ന ഒരു ആശ്രമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം? हमारा ज्ञान प्रवृत्ति मार्ग का ज्ञान है, निवृत्ति का नहीं है. शुरू से लेकर के सतयुग से लेकर के कलयुग तक हम सन्यासी नहीं बने, प्रवृत्ति वाले हैं. हमारी शुद्ध प्रवृत्ति है, और वो शुद्ध प्रवृत्ति में अगर हम समझ से चलते हैं, परवृत्ति, परवृत्ति, वृत्ति है लेकिन परे है, न्यारी है. तो जितना परिवार में न्यारे और प्यारेपन का बैलेंस है, उतना प्रवृत्ति अच्छी रहती है. പറയാണ് ബാബ നമുക്ക് സന്യാസ മാർഗമല്ല പഠിപ്പിക്കുന്നത്, നിവൃത്തി മാർഗമല്ല, പ്രവൃത്തി മാർഗമാണ്, കുടുംബത്തിലിരിക്കുന്ന മാർഗമാണ്,
സത്യയുഗം മുതൽ ഈ സംഗമയുഗം വരെ എല്ലാവരും നമ്മൾ പ്രവൃത്തി മാർഗത്തിലിരിക്കുന്നവരാണ്, ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നവരാണ്, അതല്ലാതെ സന്യാസിമാരായി പോകുന്നവരല്ല. പക്ഷേ കുടുംബത്തിലിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം അത് ബാബ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരവൃത്തിയായിരിക്കണം. പരവൃത്തി എന്ന് വെച്ചാൽ അർത്ഥം ആ കുടുംബത്തിലിരിക്കുന്നു, പക്ഷെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഭിന്നമായിരിക്കുന്ന അവസ്ഥയിലായിരിക്കണം നിങ്ങളിരിക്കുന്നത്. അതിൻ്റെ പ്രഭാവം ഉണ്ടാകാതെ ഇരിക്കണം എന്നാണ് ബാബ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. एक छोटी सी प्रवृत्ति की मैं कहानी सुनाता हूँ, मेरे लौकिक की तरफ की, गांव की। एक गीता पाठशाला एक प्रवृत्ति के अंदर खुली, यूपी की बात है। उस प्रवृत्ति में 5 लोग थे, सच्ची घटना है। माँ बाप, 2 बच्चे और 1 बेटी। पाठशाला बहुत अच्छी चल रही थी, उसके घर में अच्छी गीता पाठशाला थी। बड़े बेटे का रुझान जो था वो लौकिक की तरफ गया, पढ़ाई करते करते उसकी शादी करने की दिल हुई। माँ बाप ने उसकी शादी करा दी और वो शहर में जाके बस गया। बेटी की इच्छा थी मैं ब्रह्मा कुमारी बनूं। बेटी को उसने सेंटर पर रखा, वो ब्रह्मा कुमारी की तरह सेंटर पर रहने लगी। एक बेटा बचा और पढ़ते पढ़ते उसका किसी लड़की से स्कूल में प्यार हो गया और वो प्यार इतना उसका बढ़ता गया और माँ बाप टेंशन में आ गए, तनाव में आए और उसको बहुत समझाने की कोशिश करने लगे। देखो हम ज्ञानी आत्माएं हैं, हम इतने प्रवृत्ति, इतने ऊंचे घराने के हैं, इतने ऊंचे कुल के हैं, तुमको मैं शादी कराऊंगा लेकिन तुम इस लड़की को छोड़ दो। उस पर जबरदस्ती, प्रेशर, प्रभाव। और धीरे धीरे क्या हुआ, एक दिन अचानक उसने क्लासरूम में फांसी लगा ली बेटे ने। माँ बाप का मोह था क्योंकि एक ही बेटा बचा था घर में, लेकिन उसके ऊपर ये अधिकार था कि तुमको ये काम नहीं करना चाहिए, किसी से ऐसे शादी नहीं करनी चाहिए, तुमको शादी करनी है तो मैं अच्छी अपने कुल की लड़की से करा दूंगा। लेकिन उन्होंने नहीं माना और सुसाइड कर लिया। अब जिस दिन उसने सुसाइड किया, पिताजी को इतना शौक लगा जो थोड़े दिन के बाद हार्ट अटैक में चले गए। माता जी को थोड़े समय के बाद पैरालाइज हो गया, टेंशन बढ़ता गया घर में और कुछ दिन वो रही बिस्तर पर और वो भी चली गई। अब बेटी सेंटर से घर में आई, कौन संभालेगा? दुकान है, घर है, सेंटर है, सब कुछ है। सारा स्टूडेंट टूट गया, क्लास टूट गया, सारा घर बिखर गया। मैं ये क्यों सुनाना चाहता हूँ कि कई बार हम प्रवृत्ति में रहते, घरग्रस्त में रहते, बच्चों के ऊपर इतना दबाव रखते हैं, प्रेशर रखते हैं। कलयुग के अंदर वो प्रेशर कहीं कहीं बहुत फट जाता है, प्रेशर कुकर जैसे फट जाता है। ध्यान देना, फर्ज जरूर है, पूरा करो, अधिकार नहीं रखो। सबके संस्कार हैं, सबका हिसाब किताब है, सब अपने अनुसार चलेंगे। माँ बाप का फर्ज है उनको गाइड करना। बाबा हमेशा एक शब्द प्रयोग करते हैं, परिवार वालों को अपनी प्रवृत्ति को टिवाटे पर खड़ा करना चाहिए। टिवाटा माना जहाँ 3 रास्ते मिलते हैं, उनको बताना चाहिए एक रास्ता दुख धाम जाने का है, एक रास्ता सुख धाम जाने का है और एक तीसरा रास्ता भी मुक्ति का है। तिवाटे पर खड़ा करो और कहो तुमको जिधर जाना है, हम तुम्हारे माँ बाप हैं, हम तुमको रास्ता बता रहे हैं। रास्ता बताना प्रवृत्ति मार्ग में कर्तव्य है, फर्ज है, अधिकार से इसी रास्ते पर तुमको चलना है। वहाँ नुकसान है, वहाँ दुख है, वो आदर्श प्रवृत्ति नहीं बन सकती। जैसा चलना चाहे, तुम्हारी मर्जी। दुख सुख का रास्ता है। भगवान भी कहता है, शिव बाबा भी कहते हैं, मैं बच्चों को न दुख देता हूँ न सुख देता हूँ,
मैं सुख का रास्ता बताता हूँ, अगर तुम चलोगे तो सुखी हो जाओगे, नहीं चलोगे तो तुम्हारे कर्म तुम जानो, लेकिन मैं दुख हरता सुख करता हूँ, रास्ता बताता। യു പിയിലെ ഒരു ഫാമിലിയുടെ അനുഭവം പറയുകയാണ്. 3 മക്കൾ, 2 ആമക്കളും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്ന അച്ഛനും അമ്മയും അവരുടെ വീട്ടിൽ ഗീതാ പാഠശാല നടത്തുന്നുണ്ടായിരുന്നു. സന്തോഷത്തോടെ കൂടെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്ന ഒരു കുടുംബം. മക്കൾ പഠിച്ചു വളർന്നു. മൂത്ത മകന് ലൗകികത്തിൽ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹമായി. അച്ഛനും അമ്മയും മകനെ കല്യാണം കഴിച്ചു കൊടുത്തു. അവർ ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിൽ പോയിട്ട് സെറ്റായി അവരവിടെ അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. മകൾക്ക് ബ്രഹ്മകുമാരി ആവാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് മകൾ ബ്രഹ്മകുമാരി സെൻറ്ററിൽ വന്ന് സെൻറ്ററിലെ സിസ്റ്ററായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. രണ്ടാമത്തെ ചെറിയ മോനൊരാളുണ്ടായിരുന്നു. ആ മകൻ പഠിച്ചു വളർന്നു. പഠിക്കുന്ന ഇടയ്ക്ക് വെച്ച് ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പായി. അങ്ങനെ ആ ബന്ധത്തിൽ വളരെ ശക്തമായിട്ട് ആ കുട്ടി മുന്നോട്ട് വന്നു. പക്ഷേ ആ ബന്ധത്തെ അംഗീകരിക്കാനായിട്ട് അച്ഛനും അമ്മയും തയ്യാറായിരുന്നില്ല. അപ്പം അച്ഛനും അമ്മയും പറഞ്ഞു, നിനക്ക് ലൗകികത്തിലേക്ക് ജീവിതം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കല്യാണം കഴിച്ചു തരാൻ തയ്യാറാണ്, നീ കല്യാണം കഴിച്ചോ ജീവിച്ചോ, പക്ഷേ ഈ പെൺകുട്ടിയായിട്ട് കല്യാണം കഴിച്ചു തരാൻ പറ്റില്ല, ആ ബന്ധം നീ ഉപേക്ഷിക്കണമെന്ന് നിർബന്ധം. എന്ത് തന്നെ പറഞ്ഞാലും ആ ബന്ധത്തെ സ്വീകരിക്കാൻ അച്ഛനമ്മയും തയ്യാറായില്ല. അവസാനം ഭയങ്കര സംഘർഷമായി. ആ കുട്ടിക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അവസാനം ആ മകൻ, അവരുടെ വീട്ടിൽ തന്നെ ഹാളിൽ ക്ലാസ് ഹാളിൽ തൂങ്ങി മരിച്ചു. അങ്ങനെ മകൻ മരിച്ചപ്പോൾ എത്ര സേവ ഉണ്ടായിരുന്നത് ഭയങ്കര പ്രശ്നമായി. പിന്നെ അച്ഛന് ഷോക്കായി. കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ മകൻ ഇങ്ങനെ ചെയ്തതിൻ്റെ ഷോക്കിൽ അച്ഛൻ അറ്റാക്കായിട്ട് മരിച്ചു. അച്ഛനും മകനും ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ അതിൻ്റെ ടെൻഷൻ മാക്സിമത്തിൽ പോയി. അമ്മ ഒരു ഭാഗം തളർന്നു കിടപ്പായി. നോക്കാൻ ആരുമില്ലാണ്ടായി. ഷോപ്പുണ്ട്, സെൻറ്ററുണ്ട്, ക്ലാസ്സും വിദ്യാർത്ഥികളും എല്ലാം നാഗടമ്പകടായി മാറി. എല്ലാം മോശമായി. അങ്ങനെ എല്ലാം തകർന്നൊരവസ്ഥയിലേക്ക് മാറി. എന്തുകൊണ്ടാണ് ഭായി ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുടുംബത്തിലിരിക്കുന്ന മാതാപിതാക്കൾ മക്കൾക്ക് വഴി പറഞ്ഞു കൊടുക്കാനാണ് ബാബ പറഞ്ഞത്. വഴി പറഞ്ഞു കൊടുക്കണം, അവരനുഭവിപ്പിക്കാം, മനസ്സിലാക്കിച്ചു കൊടുക്കാം. പക്ഷെ ഇതായിരിക്കണം നിൻ്റെ മാർഗം എന്ന് ഒരാളുടെ മേലെയും ഒന്നും അടിച്ചേൽപ്പിക്കരുത്. അധികാരം നിങ്ങൾ സ്ഥാപിക്കരുത്. അതുകൊണ്ടാണ് ബാബ നിങ്ങളുടെ അടുത്ത് സ്നേഹം കൊടുക്കാം, നമുക്ക് അവർക്ക് പരിപാലന കൊടുക്കാം, വളർത്താം. പക്ഷെ നിങ്ങളുടെ അധികാരം, ഈ കാലഘട്ടത്തിൽ അധികാരം നിങ്ങൾ ആരുടെ മേലും വെക്കാൻ പോകരുത്. അങ്ങനെ വരുമ്പോഴാണ് ഈ കലിയുഗത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് അത് സ്വീകരിക്കാനാവില്ല, ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ ചെന്നെത്തുന്നത്. അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോഴും ബാബ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ അടുത്ത് നിങ്ങൾ 3ഉം കൂടിയ മൂലയിൽ നിർത്താൻ. ഒരു ഭാഗത്ത് ഒരു വഴി കാണിച്ചു കൊടുക്കുക, ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴി, ഇത് ദുഃഖലോകത്തിലേക്കുള്ള വഴി, ഇത് മുക്തിയിലേക്കുള്ള വഴി. 3 വഴി നിങ്ങൾ കാണിച്ചു കൊടുക്കൂ. കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വമാണ്. അതേസമയം നിർബന്ധിക്കുന്നതായിരിക്കുന്ന അധികാരം അച്ഛനമ്മമാർ ഒരിക്കലും വെക്കരുത്. ഞങ്ങൾ നിൻ്റെ അച്ഛനും അമ്മയാണ്, നിൻ്റെ മാർഗം എന്താണെങ്കിൽ അതിൽ മുന്നേറാൻ സഹായിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കർത്തവ്യം. അങ്ങനെയാണ് കുടുംബത്തെ പരിപാലിക്കേണ്ടത്. ആ ഒരു കാര്യം പറയാൻ വേണ്ടി കൊണ്ടാണ് ബായി ഉദാഹരണം നമ്മളോട് പറഞ്ഞു തന്നത്. तो ज्ञानी तू आत्मा जो भगवान को प्रिय है वो कौन हुआ? ज्ञानी तू आत्मा मुझे प्रिय है, भगवान कहते हैं। क्या हम ज्ञानी तू आत्मा है? ये आत्मा परमात्मा का ज्ञान है सिर्फ। ज्ञानी तू आत्मा माना समझदार, सोचना, बोलना, करना। सोचने के पहले भी सोचना, एक बड़ा अच्छा स्लोगन है, सोचने के पहले सोच लो तुम्हारे साथ क्या जाएगा। ബാബ പറയാണ്, എനിക്ക് ജ്ഞാനി ആത്മാവിനെയാണ് ഇഷ്ടം, ജ്ഞാനം അറിയുന്നവനെന്നല്ല. ആത്മജ്ഞാനം അറിഞ്ഞു, പരമാത്മജ്ഞാനം അറിഞ്ഞു, ഞാൻ ജ്ഞാനം അറിയുന്നവനായി അല്ല, ജ്ഞാനി ആത്മാവിന് ഇഷ്ടം എന്ന് വെച്ചാൽ അർത്ഥം വിവേകത്തോടെ പ്രവർത്തിക്കുന്നവരെയാണ് ബാബയ്ക്ക് ഇഷ്ടം എന്നർത്ഥം. ऐसे नहीं बोल दिया, निकल गया, मैं चाहता नहीं था, हो गया। ध्यान देना, ये जबान जो है ना 2 काम करती है, और दोनों पर अगर अटेंशन नहीं है ना तो बहुत नुकसान है। और ज्ञानी तू आत्मा का जैसे आँखों पर ध्यान है, दृष्टि पर ध्यान है, ऐसे ही जबान पर बहुत कंट्रोल चाहिए. ജ്ഞാനി ആത്മാവെന്ന് വെച്ചാൽ അറിയാണ്ട് പറഞ്ഞു പോയി, അറിയാണ്ട് പറഞ്ഞു പോയതാ, അറിയാണ്ട് ചെയ്തു പോയതാ, അങ്ങനെ ഒരു വാക്കില്ല. ഈ നാവ് 2 തലത്തിലും പ്രവർത്തിക്കുന്നൊരു സാധനമാണല്ലോ. അപ്പം അതുകൊണ്ട് ജ്ഞാനി ആത്മാവിന് തന്നെ കണ്ണിൻ്റെ മേലെ എങ്ങനെയാണോ ശ്രദ്ധ, അതേപോലെ നാവിൻ്റെ മേലെ, അർത്ഥം സംസാരത്തിലും വാക്കിലും ശ്രദ്ധ ആവശ്യമാണ്.
अगर कोई चीज़ अच्छी लगती है, खाने की पीने की कोई भी चीज़, आप कहीं गए और देखा, आपकी ज़बान चल गई, अच्छा लगता है, पानी आ गया, खा लिया, तो क्या होगा? स्वास्थ्य बिगड़ जाएगा। जब आया खा लिया, जो आया खा लिया, जहाँ आया खा लिया। बाबा ने इसलिए पहले कहा जबान पर कंट्रोल करो। इंद्रिय जीत बनना है तो पहले जबान को जीत लो। नहीं खाना है, नहीं खाना है, नहीं खाना है। जो मेरे ये मर्यादा के विपरीत चीज़ें हैं, न देखनी है न खानी है। जाते हो मार्केट में कभी, अभी रसगुल्ला अच्छे लगते हैं, देखेंगे नहीं, खाएंगे नहीं। तो बाबा कहता है जबान पर कंट्रोल करो तो स्वास्थ्य अच्छा हो जाएगा, जबान पर कंट्रोल कर लो तो संबंध अच्छे हो जाएंगे। क्योंकि बोल दिया, निकल गया, हो गया। क्यों हो गया भाई? इतना कंट्रोल नहीं है। बोलना चाहिए या नहीं बोलना चाहिए, कब बोलना चाहिए, कहाँ बोलना चाहिए। ऐसे नहीं जहाँ चाहिए वहाँ पर किसी का अपमान कर दो। अटेंशन। ज्ञानी हो, अपनी आँखों पर, अपनी जबान पर फुल कंट्रोल। क्या देखना है, क्या नहीं देखना है, क्या सोचना है, क्या नहीं सोचना है, क्या बोलना है, क्या नहीं बोलना है, उसको बाबा कहता है ये मेरा बच्चा ज्ञानी तू आत्मा है. ബാബ പറയാണ് ജ്ഞാനി ആത്മാവെന്ന് വെച്ചാൽ ചിന്തിക്കും മുന്നേ ചിന്തിക്കുന്നവരാണ്. പിന്നെ മറ്റൊന്ന്, ജ്ഞാനിയാണെങ്കിൽ അവരുടെ കണ്ണിലും ദൃഷ്ടിയിലും അതുപോലെ നാവിലും രണ്ടിലും പൂർണ്ണ നിയന്ത്രണം വേണം. അറിയാതെ ഞാൻ പറഞ്ഞു പോയി, എപ്പോൾ പറയണം, എവിടെ പറയണം, എന്തിനു പറയണം എന്നൊന്നുമില്ലാതെ അങ്ങനെ ഞാൻ പറഞ്ഞു പോയി. എന്ത് പറഞ്ഞു പോയി? അവരെ ജ്ഞാനി ആത്മാന്ന് പറയാൻ പറ്റില്ല. ഒരു സാധനം കണ്ടു, ഉടനെ നാവിൽ വെള്ളം വന്നു. ആ സാധനം കഴിക്കണം, ആ സാധനം കഴിക്കണം എന്നാഗ്രഹം. എന്തെങ്കിലും കണ്ടു, കഴിക്കേണ്ടാത്തതാണ്, ആവശ്യമില്ലാത്തതാണ്, എന്നാൽ കണ്ടപ്പോൾ കൊതി കൊണ്ട് കഴിച്ചു പോയി. അങ്ങനെ കഴിച്ചാൽ ആരോഗ്യം മോശമാവുകയുള്ളൂ. അതുകൊണ്ട് എന്ത് കഴിക്കണം, എന്ത് കഴിക്കാതിരിക്കണം, അതിലും നമുക്ക് നിയന്ത്രണം വേണം. അക്കാര്യത്തിലും നാവിന് നിയന്ത്രണം വേണം. എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കാതിരിക്കണം, അതിലും നാവിന് നിയന്ത്രണം വേണം. എന്നാൽ ആരോഗ്യവും നന്നായിരിക്കും. നാവിൽ വാക്കിൻ്റെ മേലെ നിയന്ത്രണം വന്നാൽ ബന്ധങ്ങൾ നന്നാവും. നാവിൽ കഴിക്കുന്നതിൻ്റെ മേലെ നിയന്ത്രണം വന്നാൽ ആരോഗ്യവും നന്നാവും. രണ്ടും നന്നാക്കാനായിട്ട് നാവിൻ്റെ മേലെ നിയന്ത്രണം കൊണ്ടുവരണം. ज्ञानी कभी भी किसी भी कर्म इंद्रिय के बंधन में नहीं बंधता. ज्ञानी है, समझदार है, यूज करता है, कर्म इंद्रियों के बिना कुछ नहीं कर सकता, अधीन नहीं होता. अधिकारी बन करके कर्म इंद्रियों से कर्म कराता है, वो ज्ञानी है. अधीन हो करके मैं चाहता नहीं था, मैं चला गया, चाहता नहीं था, मैंने कर लिया, चाहता नहीं था, मैंने बोल दिया, चाहता नहीं था, मैंने सुन लिया, वो तो पराधीन है. ज्ञानी कैसे है? ज्ञानी माना स्वराज्य अधिकारी, खुद पर राज्य, मन पर राज्य, बुद्धि पर राज्य, कर्म इंद्रियों पर राज्य. कोई भी बिना आज्ञा के इंद्री काम नहीं कर सकती. किसकी आज्ञा? आत्मा मालिक, राजा. मन पर कंट्रोल, इंद्रियों पर कंट्रोल, वो है ज्ञानी तू आत्मा. वो कभी किसी के बंधन में नहीं बनती. ജ്ഞാനി ആത്മാക്കൾ ഒരിക്കലും കർമ്മേന്ദ്രിയത്തിന് അധീനരാവില്ല. അവർ പറയേണ്ടാത്തത് പറയില്ല, ചെയ്യേണ്ടാത്തത് ചെയ്യില്ല. ഒരിക്കലും ഇന്ദ്രിയങ്ങൾ അവരുടെ മേലെ അധികാരം ചെയ്യില്ല. ഞാൻ പോകേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷേ അങ്ങനെ പോയി. പറയേണ്ടതില്ലായിരുന്നു, അറിയാതെ പറഞ്ഞു പോയി. ചെയ്യേണ്ടതില്ലായിരുന്നു, അങ്ങനെ ചെയ്തു പോയി. ഇങ്ങനെ ഒരിക്കലും ജ്ഞാനി ആത്മ പറയില്ല. അതായത് ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയായിരിക്കുന്നവരാണ് ജ്ഞാനി ആത്മ. ഒരിക്കലും ഇന്ദ്രിയം അവരെ ചതിക്കില്ല. അങ്ങനെയുള്ള ആത്മാക്കളെയാണ് ജ്ഞാനി ആത്മ എന്ന് പറയുന്നത്. കാരണം ജ്ഞാനി ആത്മ മനസ്സിൻ്റെ മേൽ അധികാരിയായിരിക്കും. മനസ്സിൻ്റെ മേലെ നിയന്ത്രണമുള്ളവർക്ക് അവരുടെ കർമ്മേന്ദ്രിയങ്ങൾക്ക് മേലെ നിയന്ത്രണം ഉണ്ടായിരിക്കും. अगर ज्ञानी बन गए तो योग सहज है, योग में कोई मेहनत नहीं. योगी अपने आप बन जाओगे, बाबा से योग लग जाएगा. क्योंकि कोई कर्म गलत नहीं हो रहे हैं, श्रेष्ठ कर्म हम कर रहे हैं. हर कर्म इंद्रिय हमारे कंट्रोल में है, कोई हमें बद्दुआ नहीं देगा. हर कर्म से हमें दुआएं मिलेंगी. तो दुआ जिसको मिलती है वो योगी बन जाता, सहज योगी. बाबा से अपने आप कनेक्शन जुट जाता. ജ്ഞാനി ആത്മാവിന് യോഗ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടി വരില്ല. അവർ ഓട്ടോമാറ്റിക്കലി യോഗികളായിരിക്കും. അവരുടെ കയ്യിൽ നിന്ന് മോശമായ കർമ്മങ്ങളൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ആരുടെയും ഭാഗത്തുനിന്ന് ശാപം ചേർത്തും ശാപം നല്ല മോശമായ സങ്കല്പങ്ങൾ അവരുടെ നേരെ വരില്ല.
അതുകൊണ്ട് അവർക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം വേണ്ടി വരില്ല. മോശമായ കർമ്മങ്ങൾ അവർ ചെയ്യില്ല. അതുകൊണ്ട് അതിൻ്റെ മേലെ അവർക്ക് സ്വയവും വിഷമിക്കേണ്ടി വരില്ല. അതുകൊണ്ട് എല്ലാവരുടെ ആശീർവാദം കൊണ്ട് അവർ ഓട്ടോമാറ്റിക് യോഗികളായിത്തീരും. അവർക്ക് യോഗയ്ക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ട് വരില്ല. बाबा हमको 4 ही सब्जेक्ट पढ़ाता है और सबको एक जैसा पढ़ाता है, कोई को अलग से नहीं पढ़ाता. चाहे वो 80 साल वाला है, चाहे 50 साल वाला है, चाहे 2 साल वाला, चाहे 1 साल वाला, सबको एक ही मुरली पढ़ाई जा रही है. और एक ही मुरली से कोई तो राजाओं का राजा बन जाता है, कोई दास दासी बन जाता है, कोई नौकर चाकर बन जाता है, कोई चंडाल बन जाता है. ബാബ എല്ലാവരെയും ഒരേ മുരളിയാണ് പഠിപ്പിക്കുന്നത്. ഒരാൾക്കും വ്യത്യസ്തമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. 1 വർഷമാണെങ്കിലും 2 വർഷമാണെങ്കിലും എത്ര വർഷമാണെങ്കിലും ഒരേ മുരളിയാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. അതിലൂടെ ചിലർ രാജാക്കന്മാരുടെ രാജാവാവും, ചിലർ ദാസദാസിയാവും, ചിലർ വേലക്കാരും ജോലിക്കാരും ആവുന്നു. ഒക്കെ ഒരേ മുരളിയും തന്നെയാണ് വരുന്നത്. कभी बाबा ने अलग से कोई को ट्यूशन नहीं दिया कि अलग से पढ़ा करके उसको राजाई दे दी हो. 4 सब्जेक्ट पढ़ाए, ज्ञान, योग, धारणा, सेवा. और चारों सब्जेक्ट की ऑब्जेक्ट है, ऐसे नहीं पढ़ रहे हैं हम, उसके पीछे लक्ष्य और उद्देश्य है. ज्ञान दिया बाबा ने, समझ दी बंधनों से मुक्त होने के लिए. देह के बंधन से, संबंधों के बंधन से, संस्कारों के बंधन से, पदार्थों के बंधन से. अगर कोई आत्मा बंधती जा रही है, चाहिए चाहिए चाहिए, वो ज्ञानी नहीं है. क्या चाहिए? इच्छा मात्रम अविद्या, कुछ नहीं चाहिए. बाबा 2 रोटी खिलाएगा, 2 कपड़े पहनाएगा, मुझे कुछ नहीं चाहिए. अगर ज्ञानी है तो किसी के बंधन में नहीं बंधेगी. सेवा का बंधन है, वो भी बंधन नहीं है, लेकिन बाबा की सेवा हो रही है. बंधन समझ के नहीं कर रहे हैं, कराने वाला करा रहा है. ബാബ നമുക്ക് മുരളിയിലൂടെ 4 സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു. ജ്ഞാനം, യോഗ, ധാരണ, സേവ. 4 സബ്ജക്റ്റും ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനം എന്ന് വെച്ചാൽ അറിവാണ്, വിവേകമാണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കുന്ന വിവേകമാണ്. അങ്ങനെ വിവേകത്തോടു കൂടെ കർമ്മം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ കർമ്മബന്ധനം നമ്മുടെ സംബന്ധത്തിൽ, ഈ ദേഹത്തിൻ്റെ ബന്ധത്തിൽ കൊണ്ടുവരില്ല. ദേഹത്തിൻ്റെ ബന്ധങ്ങളുടെ ബന്ധനത്തിൽ നമ്മളെ ബന്ധിപ്പിക്കില്ല. അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൽ ബന്ധിപ്പിക്കില്ല, നമ്മുടെ സംസ്കാരത്തിൽ ബന്ധിപ്പിക്കില്ല. ഒരു വിധത്തിലുള്ള ബന്ധനങ്ങളിലും ബന്ധിപ്പിക്കാതിരിക്കുന്നതാണ് ജ്ഞാനം അഥവാ അറിവ് എന്ന് പറയുന്നത്. സേവയുടെ ബന്ധനല്ല, അത് സേവയുടെ കാര്യം ബാബയുടെ കാര്യമാണ്, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ ബന്ധനം എന്ന് പറയില്ല. അതേസമയം മറ്റ് യാതൊന്നിലും തന്നെ നമ്മളെ ബന്ധിപ്പിക്കാതെ മാറ്റി നിർത്തുന്ന ഒന്നാണ് ജ്ഞാനം അഥവാ അറിവ് എന്ന് പറയുന്നത്. तो जब एकांत में बैठना ना, तो अपने सूक्ष्म बंधनों को चेक करना, ये कहीं नैया बंधी हुई तो नहीं है. कहते हैं एक बार एक नाव में बहुत सारे लोग बैठ गए. नाविक आया, रात का समय था, नाव के चप्पू चला रहा था, हिल रही थी नाव, हिल रही थी, डुल रही थी. पूरी रात वो नाव चलती रही. जब सवेरे लोगों ने आँख खोला तो जहाँ नाव खड़ी थी वहीं खड़ी थी. रात भर चलती रही, नाविक चलाता रहा, सब हिलते डुलते रहे, लेकिन नाव एक कदम भी आगे नहीं बढ़ी. कहीं ऐसे तो नहीं नाव में बैठे हो तो जहाँ थे वहीं खड़े हो. क्यों खड़ी थी नाव? क्योंकि वो भूल गया कि उसको लंगड़ बंधा हुआ है, लंगड़ खोलो. हमने कई लंगड़ बांधे हुए हैं और हम आगे जा रहे हैं. कैसे जाओगे? कोई भी बंधन है, देह का, संबंध का, पदार्थों का, नाम मान का, किसी चीज़ का, और नैया हिलेगी डुलेगी, लेकिन आगे नहीं बढ़ेगी. ध्यान देना. ഒരു ഉദാഹരണം പറയാണ്. ഇപ്പം നമ്മൾ ബട്ടിയിലിരിക്കുകയല്ലേ, നിങ്ങളുടെ സൂക്ഷ്മമായിരിക്കുന്ന ബന്ധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഒരു തോണിയിൽ തോണിക്കാരൻ വന്നു. രാത്രി സമയമായിരുന്നു. അയാൾ രാത്രി തോണി തുഴയാൻ തുടങ്ങി. തോണി ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു, ഇളകിക്കൊണ്ടേയിരുന്നു. ഫുൾ നൈറ്റ് അയാൾ തുഴഞ്ഞുകൊണ്ടിരുന്ന തോണി ഇളകുന്നുണ്ടായിരുന്നു. പക്ഷെ രാവിലെ നോക്കിയപ്പോൾ തോണി അവിടെ തന്നെ നിൽക്കുകയാണ്, ഒരിത്തിരി പോലും മുന്നോട്ട് പോയിട്ടില്ല. എന്തായിരുന്നു കാരണം? ഈ തോണീനെ കെട്ടിവെക്കല്ലോ, നങ്കൂരം ഇടുമല്ലോ, ആ നങ്കൂരം ഉയർത്താതെയാണ് അയാൾ തോണീനെ തുഴഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ. കാരണം രാത്രി മുഴുവൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ നങ്കൂരം എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, തോണി തുഴഞ്ഞുകൊണ്ടേയിരിക്കും, തോണി എവിടെയാണോ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന്. तो सभी सच की नैया में बैठे हो ना, बाबा की नैया में आ गए हो. इसलिए कहीं भी पुरानी दुनिया के कोई आकर्षण की नैया हो, उसको कट करो. 2 नाव में पाँव नहीं रखना.
അതുകൊണ്ട് നമ്മൾ ബാബയുടെ അടുത്ത് ഇരിക്കാനല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് പരിശോധിച്ച് നോക്കുക. 2 തോണിയിൽ കാലിട്ട് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പഴയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ മുറിച്ച് കളയണം. और अगर योग यथार्थ है, बाबा के साथ सच्चे दिल का प्यार है, तो संस्कार परिवर्तन होना चाहिए. ऐसे नहीं गुस्सा 10 साल वाला अभी भी चल रहा है, वही वृत्तियाँ, वही दृष्टि, वही अशुद्धियाँ हैं. योग क्या कर रहे हैं? योग अग्नि है. अगर यथार्थ योग है तो आत्मा बिल्कुल स्वच्छ, निर्मल, पवित्र बनती जाएगी. अशुद्धता खत्म हो जाएगी. सरलता, मधुरता, नम्रता, दिव्यता, अलौकिकता, सब गुण इस चेहरे पर दिखाई देने लगेंगे, व्यवहारिक जीवन में दिखाई देंगे. योग भट्टी करते रहो, परिवर्तन नहीं है तो भट्टी का क्या मतलब? 5 दिन के बाद जाओ, वही गृहस्थी, वही कारोबार, वही गुस्सा, वही संस्कार. भट्टी क्या किया? टाइम वेस्ट. യോഗ എന്ന് വെച്ചാൽ परिवर्तन. സംസ്കാര പരിവർത്തനം നിങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കണം. 10 വർഷമായി യോഗ ചെയ്യുന്നു, 10 വർഷമായി ബാബയുടെ കുട്ടിയാവുന്നു, എന്നിട്ടൊരു സംസ്കാരവും പരിവർത്തനമായില്ല, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതേ ദേഷ്യം, അതേ സ്വഭാവം അങ്ങനെയാണെങ്കിൽ എന്തു യോഗ ചെയ്തു എന്നാ പറയാം? അതുകൊണ്ട് യോഗ എന്ന് വെച്ചാൽ അർത്ഥം സംസ്കാര പരിവർത്തനം വന്നിട്ടുണ്ടായിരിക്കണം. യോഗി എന്ന് വെച്ചാൽ അർത്ഥം ദിവ്യത, നമ്രത, വിനയം, അങ്ങനെയുള്ളതായിരിക്കുന്ന ദിവ്യ ഗുണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരിക്കണം. നമ്മളീ ഭട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം 5 ദിവസം ഭട്ടിക്ക് വന്നിരിക്കുന്നു, 5 ദിവസം ഭട്ടി കഴിഞ്ഞു വീട്ടിലെത്തി, അതേ സ്വഭാവം, അതേ പെരുമാറ്റം, അതേ ദേഷ്യം, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണെങ്കിൽ എന്ത് ഭട്ടിയിരുന്നു എന്ന് പറയും, എന്ത് യോഗ ചെയ്തു എന്ന് പറയും. അതുകൊണ്ട് യോഗ എന്ന് വെച്ചാൽ അർത്ഥം പരിവർത്തനമാണ്, സംസ്കാരത്തിൽ परिवर्तन വന്നിട്ടുണ്ടായിരിക്കണം. ये धारणाएं हम क्यों कर रहे हैं? धारणाओं के लिए क्या कहते हैं? मरेंगे मिटेंगे लेकिन हटेंगे नहीं. धरत परिये धर्म न छोड़िए. जो बाबा ने नियम बताए हैं, मर्यादाएं बताई हैं, जो हमारी मूल धारणा है पवित्रता की, कितना भी सहन करना पड़े, कितना भी विरोध हो, कितने भी झगड़े हों, लेकिन ये व्रत है, ये उपवास है, हमने संगम पर लिया है, क्योंकि इससे हम सत्य धर्म की स्थापना कर रहे हैं. हिलेंगे नहीं, कुछ भी हो जाए, पवित्रता हमारा पहला धर्म है. और ये धर्म जिसने पालन कर लिया वो सतयुग के राज्य का अधिकारी बन जाएगा. इसलिए सतयुग सनातन धर्म की स्थापना इस धर्म से हो रही, इस धारणा से हो रही है. ഭായി പറയുകയാണ്, നമ്മളെ ധാത്യധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിക്കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ധാരണകളുടെ കാര്യം വരുമ്പോൾ, നിയമങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ, മര്യാദകളുടെ കാര്യങ്ങൾ വരുമ്പോൾ, സഹിക്കേണ്ടി വന്നാലും നമുക്ക് ക്ഷമിക്കേണ്ടി വന്നാലും എന്ത് തന്നെ സംഭവിച്ചാലും പവിത്രത നമ്മുടെ ധാരണയാണ്. ആ ധാരണയിൽ, നിയമങ്ങളിൽ, മര്യാദകളിൽ എത്ര തന്നെ സംഭവിച്ചാലും വ്യത്യസ്തമില്ലാതെ, അഥവാ മരിക്കാം, ഇല്ലാതാകാം, എങ്കിലും ഇതിൽ നിന്ന് മാറില്ല എന്നുള്ളതായിട്ടുള്ള ദൃഢനിശ്ചയത്തോടുകൂടി, ഭൂമി പിളർന്നാലും ധർമ്മം വെടിയില്ല എന്നതായ ദൃഢതയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. നമ്മളുള്ള ലഹരി ഉണ്ടായിരിക്കണം, ഞാൻ സത്യധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയാണിത് ചെയ്യുന്നത് എന്ന്. എങ്കിൽ നിങ്ങൾക്കതിനുള്ള ശക്തി ഉണ്ടാവും. അങ്ങനെ ധാരണകളിൽ നിങ്ങൾ മുന്നോട്ട് വന്ന് വരുമ്പോഴാണ് നിങ്ങൾക്ക് സത്യധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യാൻ സാധിക്കുക. सेवा के बिना ब्राह्मण जीवन नहीं. सेवा ब्राह्मणों का श्वास है. तन से करो, मन से करो, धन से करो, मनसा करो, वाचा करो, कर्मणा करो. सेवा के बिना नहीं रह सकता ब्राह्मण. अगर ब्राह्मण है और सेवा न करे तो ब्राह्मण क्यों? जो मिला है, जो धारण किया है वो दूसरों को देना सेवा है. दान करो, जो पाया है वो दूसरों को दो, अपने आप बढ़ जाएगा. धन दिए धन ना कूटे. जितना आप दूसरों को दोगे उतना बुद्धि बढ़ जाएगी, बढ़ जाएगा. तो इसलिए सेवा से राजाई की स्थापना हो रही है, धारणाओं से धर्म की स्थापना हो रही है, योग से आत्मा पावन बन रही है और ज्ञान से बंधन मुक्त बन रही है. 4 सब्जेक्ट बाबा पढ़ा रहा है, इसलिए चारों में नंबर 1. ठीक है. സേവ, ബ്രാഹ്മണന്മാർക്ക് സേവയില്ലാതെ ശ്വാസമില്ലല്ലോ. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ധനം കൊണ്ട് സേവ, മനസ്സാ വാച കർമ്മണ സേവ, ഏതെങ്കിലും രീതിയിലുള്ളതായിട്ടുള്ള സേവ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ബ്രാഹ്മണന്മാർക്ക് ശക്തിയാകുന്നത്. അതുകൊണ്ട് ഓരോന്നിനും ബാബ 4 സബ്ജക്റ്റിനും ലക്ഷ്യം തന്നിട്ടുണ്ട്. നമുക്ക് ജ്ഞാനത്തിലൂടെ ആത്മാവ് കർമ്മബന്ധന മുക്തനാവണം, യോഗയിലൂടെ ആത്മാവിൽ പവിത്രതയുടെ ശക്തി നിറയണം, ധാരണയിലൂടെ ധർമ്മത്തെ സ്ഥാപിക്കുകയാണ്, സേവയിലൂടെ നമ്മൾ നമ്മുടെ പുണ്യം സംഭരിക്കുകയാണ്.
രാജ്യം സ്ഥാപിക്കുകയാണ്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ 4 കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബാബ 4 സബ്ജക്റ്റ് തന്നിരിക്കുന്നത്. ആ 4 സബ്ജക്റ്റിൻ്റെ ധാരണയ്ക്കാണ് ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. तो चारों सब्जेक्ट में सभी नंबर 1 लेना, ठीक है? चारों सब्जेक्ट में नंबर 1. 4 സബ്ജക്റ്റിലും നമ്പർ 1 ആവണം എല്ലാവരും. ओके, अभी 10 मिनट अच्छा योग करेंगे, पावरफुल. फिर बाद में आप करते रहना. हम आपके साथ 10 मिनट अच्छा योग करेंगे. 10 മിനിറ്റുമായി പവർഫുള്ളായിട്ട് നിങ്ങളെ കൊണ്ട് യോഗ ചെയ്യിക്കാം. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നോളൂ. 10 മിനിറ്റ് യോഗ ചെയ്യിക്കാം. सब अपने लाइट स्वरूप में बैठ करके बाबा की सर्च लाइट लो. ऊपर से ऐसे सर्च लाइट आ रही है, किरणें आ रही है. നിങ്ങളെല്ലാവരും ശക്തിശാലിയായ സ്ഥിതിയിലിരിക്കുക. ബാബ കുടക്കീഴായിക്കൊണ്ട് മേലെ നിൽക്കുന്നുണ്ട്. ബാബയുടെ കിരണങ്ങൾ, ശക്തികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓം ശാന്തി.